والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الرسول بلغ ما أنزل إليك يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين صدق الله مولانا العظيم. العلم حياة الإسلام وعماد الدين صدق نبينا المصطفى محمد صلى الله عليه وسلم. من حل عقدة لفظ العارفين به من غير أهل له من سائر البشر كمن يلوك بسن الشمع أرغفة من الحديد لدفع الجوع والضرر مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ മഹല്ലിന്റെ പ്രസിഡന്റ് CP മൊയ്തീൻ ഹാജി അവറുകളെ, ഈ മഹത്തായ പഠനവേദി ഉദ്ഘാടനം ചെയ്ത പ്രഗത്ഭനായ ഹംസക്കോയ ബാക്കവി അവറുകളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ സദർ ഉസ്താദ് വളവട്ടൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ ബഹുമാനായ ഇവിടെ സ്വാഗതം വരളുകയും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനരംഗത്തും സജീവമായ നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൊക്കെ ഓൺലൈൻ ദഅ്വാ രംഗത്തൊക്കെ സജീവമായ ബഹുമാനായ NP അബൂബക്കർ ഹാജി അവറുകളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ യൂനുസ് ഫൈസി വെട്ടുപാറ ഉൾപ്പെടെ ഈ പ്രൗഢമായ സദസ്സിൽ സംഗമിച്ച പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള സൽക്കർമ്മമായി അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരുടെ ഖബറുകളിലേക്ക് അല്ലാഹു ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാനും മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ സന്തോഷത്തോടെ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖായിലേക്ക് എത്താനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാ ആൾക്കാർക്കും അല്ലാഹു തആല ആഫിയത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സംപ്രേഷണം, ഈ പരിപാടി ലോകത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഓൺലൈൻ പ്രവർത്തകൻ പ്രിയങ്കരനായ നമ്മുടെ യൂനുസ് ഫൈസി, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അല്ലാഹു തആല വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മദ്രസയിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്. ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ
നമ്മുടെ മദ്രസയിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്. ഈ മദ്രസയുടെ കോമ്പൗണ്ടിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് നമ്മുടെ ജുമാഅത്ത് പള്ളിയുള്ളത്. ആ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായി പരിശുദ്ധമായ ബാങ്കുലി നാം ശ്രവിച്ചു. ബാങ്കിന് പ്രധാനപ്പെട്ട 2 ദൗത്യം നിർവഹിക്കാനുണ്ട്. ഒന്നാമത്, നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ ഒരു ദൗത്യമുണ്ട്. നിസ്കാരത്തിലേക്ക് ആളുകളെ വിളിക്കുകയാണ്. പള്ളിയിൽ നിന്നുള്ള ബാങ്കുലി അന്നാട്ടിലുള്ള പുരുഷരായ മുഴുവൻ ആളുകളെയും പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അല്ലേ? എന്നാൽ അതുമാത്രമല്ല, ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഇസ്ലാമിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിന്റെ വിളംബരം കൂടിയാണ്. ഒരു വലിയ പ്രഭാഷകൻ, ഒരു വലിയ പ്രബോധകൻ, ഒരു വലിയ പണ്ഡിതൻ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഓരോ വാക്കുകൾ, ഓരോ ചലനങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ, ഇതിനേക്കാൾ ഉപരിയായി താമായ ദഅവ, അദ്ദഅവതു താമ്മ, സമ്പൂർണമായ ഇസ്ലാമിന്റെ പ്രബോധനം, അതാണ് ബാങ്ക് എന്ന് പറയുന്നത്. കേവലം നിസ്കാരത്തിലേക്കുള്ള വിളി മാത്രമല്ല. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ, സമ്പൂർണമായ ദഅവത്തിന്റെ ഉടമയായ റബ്ബേ എന്ന് ബാങ്ക് കൊടുത്തതിനു ശേഷം നമ്മൾ ദുആ ചെയ്തു. ആ ബാങ്കിന്റെ വിളിയാണ് നമ്മൾ കേട്ട സ്ഥിതിക്ക് പുരുഷന്മാരായ ആളുകൾ ഒരു മുശാവറ ചെയ്യേണ്ടതുണ്ട്. പെണ്ണുങ്ങളോടൊപ്പം മുശാവറ നമ്മൾ ചെയ്യുന്നില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ, പള്ളി എന്ന കാര്യത്തിൽ പള്ളി പുരുഷന്മാരുടെ കേന്ദ്രമാണ്. പുരുഷ കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ കേന്ദ്രമല്ല. സ്ത്രീകൾക്ക് വേറെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം. സ്ത്രീകളും പുരുഷരും സംഗമിക്കുന്ന കേന്ദ്രങ്ങളും ഉണ്ടാക്കാം. സ്ത്രീകളും പുരുഷരും സംഗമിക്കുന്നു, പക്ഷേ അവിടെ സങ്കലനമില്ലാത്ത വിധം, ഇഖ്തിലാത്ത്, കൂടിക്കലരിൽ വരാത്ത വിധം സ്ത്രീ പുരുഷ സംഗമവേദികൾ ഇസ്ലാമികമായ രൂപത്തിൽ, സമ്പൂർണമായ ഇസ്ലാമിക ശൈലിയിൽ ഉണ്ടാക്കാം. പക്ഷെ പള്ളി അങ്ങനെയല്ല. പള്ളി പുരുഷന്മാരുടെ കേന്ദ്രം. അതുകൊണ്ട് സ്ത്രീകളോട് മുശാവറ ചെയ്യുന്നില്ല. പള്ളിയിൽ ബാങ്ക് കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രസംഗം തുടരാണോ വേണ്ടത്, അതോ പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാവരും നിസ്കരിച്ച് പിരിയാണോ വേണ്ടത്? എന്താ വേണ്ടത്? പ്രസംഗം തുടരാണോ വേണ്ടത്? തുടരല്ലേ. എന്നിട്ട് നമുക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു പുരുഷന് ഇവിടുന്ന് പോകാൻ പാടില്ല. നിങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ചാൽ നിങ്ങളെ പെരേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഇരുത്തൊക്കെ വെറുതെ ആവും. നമ്മുടെ പള്ളിയതാ തൊട്ടടുത്ത്. ആ പള്ളിയിൽ നിന്ന് ഇശാഇന്റെ ബാങ്കുലി കേട്ടതിന്റെ ഉത്തരം നാം പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്നു. സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് നമ്മളെല്ലാവരും തിരിച്ചു പോകുന്നു. അങ്ങനെ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടൊരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, മറ്റനേകം കിതാബുകളിലും കാണാം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅഖിറുൽ ഇശാഅ ഇലാ സുലുസിൽ ലൈലി, അല്ലാഹുവിന്റെ റസൂൽ ഇശാ നിസ്കാരത്തെ രാത്രിയുടെ 1/3 വരെ പിന്തിക്കാറുണ്ടായിരുന്നു. അത് ചില സന്ദർഭങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഈ ഹദീസിന്റെ ബാഹ്യം പിടിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ മിടുക്കരായ പല പണ്ഡിതന്മാരും പറഞ്ഞു, ഇശാഇനെ അവ്വൽ വക്തിൽ നിസ്കരിക്കാതെ കുറച്ചുകൂടി പിന്തിക്കലാണ് പുണ്യമാക്കപ്പെട്ടത് എന്ന അഭിപ്രായം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പ്രബലം അല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു 2 മണിക്കൂർ അമല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ കുട്ടി നിസ്കരിച്ചാതെ ഇവിടുന്ന് പോകാൻ പാടില്ല. ആ ഒരു കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എന്റെ നഫ്സിനോടാണ് ആദ്യം പറഞ്ഞത്. ആ വാങ്ക് കേട്ടപ്പോ തന്നെ എന്റെ സ്വന്തം നഫ്സിനോട്, എന്റെ സ്വന്തം ശരീരത്തോട് പറഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഈ കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് നിങ്ങൾ കൂട്ടാനുണ്ടാക്കുന്നു, ചോറുണ്ടാക്കുന്നു, വീട്ടുകാർക്ക് ഭക്ഷണം വിളമ്പുന്നു, അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാമുഖ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. പരമാവധി ജമാഅത്തായിട്ട് നിർവഹിക്കണം. അതിന് വലിയൊരുനാക്കിപ്പോ ഈ ഉള്ളവന്റെ മഹല്ലിൽ ഒരു ചെറുപ്പക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ദഅവത്ത് നടത്തി. എന്താണ്? ഒരുപാട് 10-50 ചെറുപ്പക്കാർക്ക് ഒരു ദഅവാ പ്രവർത്തനം കൊടുത്തു.
നിങ്ങൾ നമ്മുടെ മഹല്ലിലുള്ള 600 വീട്ടിലും കയറി ഇറങ്ങണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവർക്കൊരു ദഅവ. എന്താണ്? ഈ വരുന്ന പെരുന്നാൾ 24-ാം തീയതി വ്യാഴാഴ്ചയാണല്ലോ. അവിടെ സൂര്യൻ ഉദിച്ചേടം മുതൽക്ക് ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നേടം മുതൽ ഉച്ചവരേക്കുമുള്ള സമയത്ത് പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്ന 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിങ്ങൾ ഒറ്റയായിട്ടോ ജമാഅത്തായിട്ടോ നിങ്ങളുടെ വീടുകളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കണം. എങ്ങനെ നിർവഹിക്കണം? ഇതാ ഈ നോട്ടീസിൽ പറയുന്നത് പ്രകാരം നിർവഹിച്ചാൽ മതി. ഒരു ചെറിയതാണ് ഫലം കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കിവിടെ തന്ന ഈ പഠന ക്ലാസ്സിൽ എനിക്ക് തന്ന വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന സുന്നത്ത് ജമാഅത്ത് സത്യപാത എന്നതാണ് എനിക്ക് തന്ന വിഷയം. അപ്പോൾ അതിന്റെ കാര്യത്തിൽ അറിയണം, മനസ്സിലാക്കണം. അതുങ്ങൾ പറയുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ എതിർകക്ഷികൾ എന്താണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുറമോടി നോക്കിയിട്ടല്ല ഒരു മനുഷ്യന്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറമോടി നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റൂല. പുറമേയുള്ള ജാടകൾ, പുറമേയുള്ള വേഷഭൂഷാദികൾ, പുറമേയുള്ള കർമാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ, ഇതൊന്നും നോക്കിയിട്ട് ഒരു മനുഷ്യന്റെ സത്യപാതയെ വിലയിരുത്താൻ പറ്റില്ല മുഅ്മിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ. മറിച്ച് അയാളുടെ ഖൽബ് കൊണ്ട് എന്താണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇസ്ലാമിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അയാൾ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് വ്യക്തമാവാതെ സത്യപാത മനസ്സിലാകില്ല. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഒരൊറ്റ ഹദീസ് ഞാൻ ഉയർത്തിപ്പിടിച്ചത്, ഇസ്ലാമിക ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനം വഹിക്കുന്ന ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണല്ലോ. എന്നാൽ 3ാം സ്ഥാനം വഹിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇത് 8-10 വോള്യങ്ങളുണ്ട്. അതിന്റെ 2ാം വോള്യം മാത്രമാണ് ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ഹദീസ് പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ഖൈബർ യുദ്ധമാണ് എന്നും അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ, ആ സമയത്ത് ഫഖാല ലിറജുലിൻ മിമ്മൻ യുദ്ആ ബിൽ ഇസ്ലാം, മുസ്ലിമായി അറിയപ്പെടുന്ന ഒരാളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിൽപ്പെട്ടവനാണ്, അവൻ നരകക്കാരിൽപ്പെട്ടവനാണ്. ഫലമ്മാ ഹദർനൽ ഖിതാൽ, അങ്ങനെ യുദ്ധമാസന്നമായി. ഖാതല അർറജുലു ഖിതാലൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂൽ പ്രവചിച്ച ആ മനുഷ്യൻ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് എതിരാളികളോട് കനത്ത യുദ്ധം നടത്തുകയാണ്. പെട്ടെന്ന് എതിർപക്ഷത്തു നിന്ന് ഒരു അമ്പ് അദ്ദേഹത്തെ തറക്കുകയും മുറിവേൽക്കുകയും ചെയ്തു. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഇത്രമാത്രം യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിന്റെ അത്ര വലിയൊരു അമൽ ഇസ്ലാമിലുണ്ടോ? 5 വക്ത് നിസ്കരിക്കാം, നമുക്കൊക്കെ സുഖ. റമളാൻ മാസത്തിലുള്ള നോമ്പൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ അവനാന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തപ്പെടുന്ന യുദ്ധമില്ലേ, യുദ്ധം. സാധാരണ പ്രാസംഗികരൊക്കെ പറയും, ഞങ്ങളുടെ പ്രസംഗമാണ് യുദ്ധം, സ്നേഹസംവാദങ്ങളൊക്കെയാണ് യുദ്ധം. എളുപ്പമുള്ള കാര്യ, ചായ കുടിച്ച് പിരിയാലോ അല്ലേ? അത് എളുപ്പമുള്ള കാര്യ, അതല്ല യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ എതിരാളികളോട്, ഇസ്ലാമിനെ ഇവിടെ മുസ്ലിമീങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തവരോട് വാളുകൊണ്ട് നടത്തുന്ന യുദ്ധമില്ലേ, മരണരണാകണത്തിൽ വീരവൃത്തി വരിക്കുന്ന യുദ്ധമില്ലേ, ആ യുദ്ധം. അത് വലിയ, അതിനേക്കാൾ വലിയൊരു അമലുണ്ടോ? ഉണ്ടോ? ആ അമലാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. അയാളെ പറ്റി റസൂലിന് പറയാമോ, ഓ സ്വർഗത്തിലല്ലോ നരകത്തിലാണ്? മനസ്സിലാക്കണം. അപ്പൊ സഹാബത്തിനാകെ ആശങ്കയായി, സംശയമായി. എന്താണ് ഈ റസൂൽ പറയുന്നത്? ഇത്രയധികം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഈ മനുഷ്യൻ, ഇത്രയധികം അമൽ ചെയ്ത ഈ മനുഷ്യൻ, ഇദ്ദേഹം നരകത്തിലാണെന്നോ? ഫബൈനമാഹും അലാ ദാലിക, അങ്ങനെ
പറയപ്പെട്ട് ഇന്നഹൂലം യമുത്ത്. സുഹൃത്തുക്കൾ നല്ലോണം മനസ്സിലാക്കണം, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇതിനു മുമ്പ് ഒരു പോയിന്റിലേക്ക് നിങ്ങളെ ശ്രദ്ധ എത്തിക്കുകയാണ്. പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധം ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് മുറിവേറ്റു, പക്ഷെ മരിച്ചിട്ടില്ല. വലാകിന്ന ബിഹി ജിറാഹൻ ശദീദ, പക്ഷെ മാരകമായ മുറിവാണ് പറ്റിയിട്ടുള്ളത്. രാത്രിയായപ്പോൾ ലം യസ്ബിർ അലൽ ജിറാഹ്, ആ മുറിവ് കാരണത്താൽ അദ്ദേഹത്തിന് അയാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഫഖതല നഫ്സഹു, സ്വന്തം അമ്പെടുത്തുകാണ്ട് സ്വന്തം ശരീരത്തിൽ കുത്തി തറച്ച് കയറ്റിയിട്ട് അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഹറാമല്ലേ? فأخبر النبي صلى الله عليه وسلم بذلك, ഈ വിവരം റസൂലിനോട് പറയപ്പെട്ടു. فقال അപ്പൊ റസൂൽ പറഞ്ഞു അല്ലാഹു അക്ബർ. റസൂലുള്ള തന്റെ പ്രവചനം സത്യമായി പുലർന്നതിന്റെ പേരിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് പറയുകയാണ്, അഷ്ഹദു അന്നീ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അബ്ദും റസൂലുമാണ് എന്ന് ഞാൻ ഇതാ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയാണ്, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസ്. അടിവരട്ട് മനസ്സിലാക്കേണ്ടതാ. ഇസ്ലാമിന്റെ മൗലിക പ്രധാനമായ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ആശയഗതിയിലേക്ക്, ഒരു വീക്ഷണത്തിലേക്ക്, ഒരു തത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട വാക്കുകളാണിത്. എന്താണ്? ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസ്. ആളുകളുടെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ നല്ല ആളായിരിക്കും, ജനദൃഷ്ടിയിൽ അയാൾ നല്ല അമലുകൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വഹുവ മിൻ അഹ്ലിന്നാർ, പക്ഷെ അവൻ ആള് നരകക്കാരനേക്കാരൻ. വഇന്നർ റജുല ലയഅമലു അമല അഹ്ലിന്നാർ ഫീമാ യബ്ദൂ ലിന്നാസ്. ജനദൃഷ്ടിയിൽ ചില മനുഷ്യന്മാർ നരകക്കാരുടെ അമലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ വഹുവ മിൻ അഹ്ലിൽ ജന്ന, ആത്യന്തികമായി അവൻ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഇതിൽ നമ്മൾ വായിച്ചെടുത്ത ഒരാളുടെ ബാഹ്യചേഷ്ടകളല്ല, ഒരാളുടെ രൂപഭംഗിയല്ല, അയാളുടെ വിജയ പരാജയത്തിന്റെ മാനദണ്ഡം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ ഹദീസ് നാം ഇരുന്ന് ചിന്തിക്കണം. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളായിട്ട് പല ആളുകളും പല വേഷത്തിലും കോലത്തിലൊക്കെ വരും. ആ വരുന്ന സന്ദർഭത്തിൽ അവരുടെ കാട്ടിക്കൂട്ടലും അവരുടെ ആ ഒരു സൗമ്യതയും ഒക്കെ കാണുമ്പോ, ഇന്നങ്ങനെയാണല്ലോ, ഇന്ന് സൗമ്യത എന്ന് പറഞ്ഞാൽ ആകർഷിക്കാനുള്ളൊരു വഴിയായിട്ടാണ് ആളുകൾ കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഒരിക്കൽ അജ്മീർ സിയാർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. ബോംബെക്ക് അടുത്തുള്ള ആ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ എന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് വെറുതെ ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ നമ്മുടെ ഈ കോട്ടക്കലടുത്ത് പുതുപ്പറമ്പുകാരായ രണ്ട് ചെറുപ്പക്കാരും വേറെ കുറെ ആൾക്കാരും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സംസാരത്തിന്റെ ഇടയിലേക്ക് ഞാനും കയറി ചെന്നു. അങ്ങനെ പിന്നെ ഞാനായിട്ടായി സംസാരം. അങ്ങനെ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായിരുന്നു. ഞാനാണെങ്കിൽ ഒരു സുന്നിയുമാണ്. നമ്മൾ സിയാർത്തൊക്കെ കഴിഞ്ഞ് അവരുടെ ഭാഷയിൽ ഇപ്പൊ നരകത്തിന്റെ കാഫറായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് നമ്മൾ അവരെ മുട്ടുന്നത്. അങ്ങനെ എന്തോ അറിയില്ല, എന്റെ അടുത്തേക്ക് ഇരിക്കാനൊന്നും അവർക്കൊരു വെറുപ്പ്. അവർ വളരെ വെറുപ്പോടുകൂടെയാണ്, ഒരു മുസ്ലിയാർ എന്ന വേഷമുണ്ടായത് കൊണ്ടായിരിക്കാം, വളരെ വെറുപ്പോടുകൂടെയാണ് എന്നോട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ പാതിരി പെട്ടെന്ന് അവിടെ വന്നു. ഒരു ക്രിസ്ത്യൻ പാതിരി, മലയാളിയായ ഒരു പാതിരി, വളരെ സന്തോഷഭാവത്തോടുകൂടി വളരെ ചിരിയോടുകൂടി ഇവർ രണ്ടുപേരും എഴുന്നേറ്റതുകൊണ്ട് ആ പാതിരിയെ സ്വീകരിച്ചുകൊണ്ട് ആ സീറ്റിൽ ഇരുത്തുകയാണ്. പക്ഷേ എന്നിട്ട് ആ പാതിരിയോട് ചിലതൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ആ പാതിരി ഇവരുടെ സംസാരത്തിലേക്ക് ചെവി കൊടുക്കാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മണിക്കൂറുകളായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ കാണിക്കാത്ത ഒരു സ്നേഹവും ചിരിയും നിങ്ങൾ അദ്ദേഹത്തോട് എന്തിനാ നിങ്ങൾ കാണിച്ചത്? എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പും അയാളോട് സ്നേഹം എന്താണ്? അയാൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ അയാൾ എന്താ ചെയ്തത് ചോദിച്ചു. നിങ്ങൾ എന്നോട് വെറുപ്പോടുകൂടി സംസാരിച്ച്, ഞാനിവിടെ നിങ്ങളെ വെറുക്കുന്നില്ല, പക്ഷേ നിങ്ങൾ അയാൾ സ്നേഹത്തോടുകൂടി പെരുമാറിയപ്പോ നിങ്ങളെ അയാൾ വെറുത്ത് നീച്ചു പോവുകയും ചെയ്തു. അപ്പോ ഇത് അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞല്ലോ,
എന്താ പറഞ്ഞത്? അവരുടെ നിസ്കാരം കാണുമ്പോ നിങ്ങൾക്ക് ലജ്ജ നിങ്ങൾക്കൊരു തരം പോരായി തോന്നും. കാരണം നിങ്ങളുടെ നിസ്കാരങ്ങളെക്കാളൊക്കെ വളരെ ക്ഷേമമായിരിക്കും അവരുടെ നിസ്കാരം. അവരുടെ ഖുർആനിന്റെ ഓത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു കുറവ് തോന്നും. കാരണം നിങ്ങളുടെ നിസ്കാരത്തിന് നിങ്ങളുടെ ഖുർആനോത്തിനേക്കാളും അവരുടെ ഖുർആൻ വളരെ മനോഹരമായി പ്രത്യക്ഷത്തിൽ തോന്നും. യഖ്തുലു അഹ്ലൽ ഇസ്ലാം, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, അവർ മുസ്ലിമീങ്ങളെ കൊല ചെയ്യും. പക്ഷേ വയദഊന അഹ്ലൽ ഔസാൻ, തനി ബിംബാരാധകരായ യഥാർത്ഥ മുശ്രിക്കീങ്ങൾ അവര് വർജിക്കുകയും അവർ ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു വിഭാഗം വരാനുണ്ട്. ആ വിഭാഗത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം സുന്നത്ത് ജമാഅത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സുന്നത്ത്? എന്താണ് അൽ ജമാഅ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ എന്നല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ ഉൾക്കൊണ്ടാൽ തന്നെ നമ്മൾ മുസ്ലിമായില്ലേ? പിന്നെന്തിനാ ഒരു അൽ ജമാഅത്ത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുള്ളത്? സുന്നത്ത് ഉണ്ടായാൽ തന്നെ, സുന്നത്ത് എന്ന് പറഞ്ഞാല് നബിചര്യ എന്നർത്ഥം. നബിചര്യ ഉണ്ടായിരിക്കെ, ഉദാഹരണം പറയാൻ വേറെ ഹദീസ് ഞാൻ കൽപ്പിച്ചാൽ, ഒരു ഹദീസിൽ കാണാം, മറ്റൊരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബിയുടെ ആത്മാവ് ഏതൊരു അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണോ ഉള്ളതെങ്കിൽ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. لا يسمع بي, എന്നെക്കുറിച്ച് ഈ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും കേട്ടിട്ട് പിന്നീട് അവൻ വിശ്വസിക്കാതെ മരിച്ചുപോയാൽ അവൻ നരകക്കാരിൽപ്പെട്ടവനാകും. അതിന്റെ അർത്ഥം എന്താണ്? وفي مفهومه دلالة على أن من لم تبلغه دعوة الإسلام فهو معذور. എന്താണ് പറഞ്ഞത്? എന്നെക്കുറിച്ച് കേട്ടിട്ട് വിശ്വസിക്കാത്തവൻ നരകത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റിയാലോ സ്വർഗത്തിലാണ്. പിന്നെന്തിനാ അൽ ജമാഅത്തിന്റെ ആവശ്യം? അതൊരു ചോദ്യം. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. സ്വഹാബിമാർ. എന്തിനാണ് നബിചര്യക്ക് പുറമെ എന്തിനാ സ്വഹാബിമാർ? ഒരു ചോദ്യം. ഇവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഉത്തരം മുട്ടുക. ഇവിടെയാണ് മുജാഹിദുകാരൻ ഉത്തരം മുട്ടുക. ഇവിടെയാണ് ഇതര വിദഈ പ്രസ്ഥാനങ്ങൾ ഉത്തരം മുട്ടുക. എന്തിനാണ് സ്വഹാബത്ത്? ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഓരോ ദിവസത്തിലും 17 തവണ നമ്മൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ ശരിയായ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. അപ്പൊ ശരിയായ വഴി ഏതാണെന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്, കേൾവിക്കാരുടെ മനസ്സിലും ഉണ്ട്. അത് രണ്ടിനും മറുപടിയായിട്ട് അല്ലാഹു തആല തന്നെ പറയുകയാണ്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മഹാന്മാരായ ആളുകളുടെ വഴി, മഹത്തുക്കളുടെ വഴി, ആ വഴിയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. അപ്പൊ മഹാന്മാർ എങ്ങനെയാണോ ഇസ്ലാമിനെ കണ്ടത്, അവരെന്താണോ പ്രവർത്തിച്ചത്, അവരെങ്ങനെയാണോ മരിച്ചത്, ആ വഴിയിലൂടെ നമ്മളും മുന്നോട്ട് പോവുക. അതാണ് റസൂലുള്ളാഹിന്റെ ചര്യയെ മനസ്സിലാക്കാനുള്ള വഴി. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ എങ്ങനെ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്വഹാബത്തിലൂടെ, പിൻഗാമികളായ താബിഈങ്ങളിലൂടെ, താബിഈങ്ങളിലൂടെ കൈമാറിപ്പോന്ന ഒരു ദീനായിരിക്കണം. അല്ലാതെ ഞാനിപ്പോ പുസ്തകം വായിച്ചു കാണ്ട് ഞാനത് മറിക്കുക, എന്നിട്ട് ഞാനൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഞാനത് പ്രസംഗിക്കുക, അതിന് മുമ്പിൽ കുറച്ച് ശ്രോതാക്കളെ വെക്കുക, എന്നിട്ട് ശ്രോതാക്കളെ അല്ലാത്ത ആളുകളെ ഈ സ്പീക്കർ സംവിധാനത്തിലൂടെ കാതടിപ്പിക്കുന്ന വിധത്തിൽ കേൾപ്പിക്കുക. അതല്ല ശരി. മറിച്ച് നൂറ്റാണ്ടുകളായി കൈമാറിപ്പോന്നതെങ്ങനെ, അതാണ് സുന്നത്ത് ജമാഅത്ത്. അതാണ് സുന്നത്ത്. മനസ്സിലായി? അല്ലാതെ ഏത് അന്ധനും അടകോടനും ഖുർആനിൽ പറയുന്നു, ഹദീസിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നതെല്ലാം ദീൻ അല്ല.
മറിച്ച് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മഹത്തുക്കളായ ആളുകൾ നടന്നു പോകുന്ന വഴി. നമുക്ക് ഓതാണ്ട് സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. മുഅ്മിനീങ്ങളുടെ വഴിയെ സ്വീകരിക്കണം. ആ ആയത്തിന്റെ ആകെ തുകത മുഅ്മിനീങ്ങളുടെ വഴി. ഈ ഒളവട്ടൂരടുത്ത് ഇന്നാളൊരു പ്രസംഗത്തിന് പോകുമ്പോ അപ്പൊ അവിടെ അതിന്റെ തലേന്നാള് വേറൊരാള് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അയാള് പറയാണ്, തൃപ്പനച്ചി മയമൂലര് വലിയ മഹാനായിരുന്നു. തൃപ്പനച്ചി മയമൂലര് വലിയ മഹാനായിരുന്നു. പക്ഷേ മയമൂലര് മരിച്ചപ്പോ അവിടെ ആകപ്പാടെ ശിർക്കും കുഫറും അനുയായികൾ തുടങ്ങി. അപ്പൊ ഞാൻ പിറ്റേന്ന് അവിടെ പോയി പ്രസംഗിക്കാൻ. ഞാൻ പറഞ്ഞു, തൃപ്പനച്ചി മയമൂലര് വലിയ മഹാനാണെന്ന് ഇദ്ദേഹം സമ്മതിച്ചു. ആ തൃപ്പനച്ചി മയമൂലര് മമ്പുറത്ത് പോയിട്ട് സിയാറത്ത് നടത്തിയിട്ടുണ്ട്. ആ തൃപ്പനച്ചി മയമൂലര് ഏർവാടി പോകുന്നുണ്ട്, അജ്മീർ പോകുന്നുണ്ട്, പോകാൻ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മഹാനാണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അപ്പൊ അദ്ദേഹം ജീവിച്ച രീതി അതിൽ പിഴവില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? ആളൊക്കെ മഹാനാണ്, പക്ഷെ ജീവിതം പഴച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ മഹാന്മാരായ ആളുകൾ അവർ മഹാന്മാരാണെന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കെ ആ മഹാന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ എന്താണ് കൈക്കൊണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കണം. ആ പരിശോധനയിൽ നമ്മൾ ഇടപഴകുമ്പോഴാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പ്രവാചകന്റെയും മുൻകാല മഹാത്മാക്കളായ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെയും ജീവിതം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെന്ന അർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മളൊക്കെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം ചെറുപ്പക്കാർ പുതിയൊരു ചിന്താഗതി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണന്മാരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താണ്? ഞാൻ സുന്നിയല്ല, പിന്നെന്തുമല്ല, മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, തബ്ലീഗും അല്ല, പിന്നെന്താണ് നീ? ഞാൻ മുസ്ലിമാണ്. അങ്ങനെ മുസ്ലിമുണ്ടോ? ഞാൻ ആണുമല്ല പെണ്ണുമല്ല, പിന്നെന്താണ് നീ? ഞാൻ മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യനുണ്ടാവും. ആണുമല്ല പെണ്ണുമല്ലാത്തൊരു മനുഷ്യനുണ്ടാവോ? ഉണ്ടാവോ? ഈ സദസ്സിൽ ആണും പെണ്ണുമല്ലാത്തൊരു മനുഷ്യനെ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ മാതിരിയാ, സുന്നിയല്ല, മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, തബ്ലീഗും അല്ല, ഒന്നുമല്ല, പിന്നെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്ന ചില പോപ്പുലാരിറ്റിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായി? ചീപ്പ് പോപ്പുലാരിറ്റിന്റെ ആൾക്കാർ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ആ വാദം വളരെ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നന്നായിക്കൊള്ളണം. ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ടോട്ടലി നന്നാവണം എന്നല്ലേ? പോരാ, നന്നായ പോരാ, നല്ല ആളായി നടന്നാ പോരാ. വീക്ഷണങ്ങളിൽ, നിലപാടുകളിൽ, പ്രവർത്തനങ്ങളിൽ, ആശയങ്ങളിൽ, അവലംബങ്ങളിൽ സത്യത പുലർത്തുന്നവരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യണമേ. അപ്പൊ നിങ്ങൾക്കൊരു മടിയത്ത് വേണം, ഒരു കൂട്ടുചേരൽ വേണം. ഞാൻ ഒന്നുമല്ല, ഞാൻ ന്യൂട്രലാണ് എന്നുള്ള വാദം ഇസ്ലാമിൽ ഇല്ല. അത് ഖുർആനിന് എതിരാണ്, ഹദീസിന് എതിരാണ്. ഹദീസിൽ പറഞ്ഞതെന്താണ്? فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ. ഇങ്ങനെ മുന്നില് കൈ ഇങ്ങനെ വെക്കും, ചിലപ്പോ ബാക്കിൽ വെക്കും, രണ്ടാലും സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, എന്തിനാ നമ്മൾ അതിനെ ഒരു നെഗറ്റീവായിട്ട് എന്തിനാ കാണുന്നത്? എന്തിനാണ് നെഗറ്റീവായിട്ട് കാണുന്നത്?
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനാസയിൽ വെച്ചപ്പോൾ സ്വഹാബിമാർ അങ്ങനെ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരിച്ചതിനു ശേഷം കട്ടിലിൽ വെച്ചപ്പോൾ സ്വഹാബിമാർ അങ്ങനെ ചെയ്തു. ഇത് സഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാം, തബഖാത്ത് ഇബ്നു സഅദ് നോക്കിയാൽ കാണാം, അക്കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കിതാബുകൾ എടുത്തു നോക്കിയാൽ കാണാം. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. മനസ്സിലായി? മരിച്ച ആളുകൾക്ക് കൂലി കിട്ടാൻ വേണ്ടി ഭക്ഷണം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ള പണി. വിശക്കുന്ന ആൾക്ക് വിശപ്പ് നോക്കിയിട്ടല്ല, വിശപ്പുള്ളവർക്കും വിശപ്പില്ലാത്തവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ ഭക്ഷണം കൊടുത്തതിന്റെ കൂലി എന്റെ ബാപ്പാന്റെ ഖബറിലേക്ക് റബ്ബേ നീ എത്തിക്കണേ എന്നൊരു മനസ്സിന്റെ യാചന, ഒരു മനസ്സിന്റെ തേട്ടത്തിന്റെ പ്രതിഫലനമായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാരമില്ലേ? ഈ ആചാരം നമ്മളായിട്ട് ഉണ്ടാക്കിയതാ? കൊണ്ടോട്ടിക്കാരുണ്ടാക്കിയതാ? നമ്പോലം കുന്നേര് ഇവിടെ പെറ്റു വളർന്നപ്പോണ്ടാക്കിയ ഒരു ആചാരമാണോ? ആയിരുന്നുവെങ്കിൽ ഇവിടെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ നമ്പോലം കുന്ന് നാട്ടുകാരെ രൂക്ഷമായി വിമർശിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഈ ഇസ്ലാമിന് തെളിവുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ട് സ്വഹാബത്തിന്റെ കാലം മുതലേ നടന്നു പോരുന്ന ആചാരമാണ് എന്ന് ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ-ഹാദിയിൽ ഫതാവയിൽ സുദീർഘമായി വിശദീകരിച്ചതായി, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണം പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ ഓരോന്ന്. ഇത് 921 വരെ നിലനിന്നിരുന്ന ഒരു കാര്യമാണെങ്കിൽ 21ഓടുകൂടെ ചില ഭൗതിക തൽപരരായ ചില ആളുകൾ ഇവിടെ ഈജിപ്തിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട വഹാബി മതം, ഒരുപാട് മതങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അടിസ്ഥാനവർഗമായ ദ്രാവിഡന്മാര്, കുടിയേറി വന്നതായ ആര്യന്മാര്, പിൽക്കാലത്ത് കടന്നു വന്ന ക്രൈസ്തവ മതം, ചേരമാൻ പെരുമാളിലൂടെ ആഗതമായ ഇസ്ലാം മതം, പല മതങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പുതിയൊരു മതത്തിന്റെ പ്രവേശം 1921 സംഭവിച്ചു. അതാണ് വഹാബി മതം. വഹാബി മതവും നമ്മളെ മതവും തമ്മിൽ അടിസ്ഥാന ഫൗണ്ടേഷനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, അടിത്തറയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്ന് പറയുന്ന ഒരു വംശം ഏതൊരു പപ്പടത്തിന്റെ അത്ര സ്ഥലമുള്ള ഒരു കണ്ണൂർ എവിടെയുണ്ട് എന്നതല്ലാതെ വേറെ എന്താ നമുക്ക് മുസ്ലിമീങ്ങൾ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതേസമയത്ത് ഉത്തരേന്ത്യയിൽ 1800 കൊല്ലം മുഗൾ രാജവംശവും മറ്റു രാജവംശങ്ങളും ഭരണം നടത്തി മുസ്ലിം ഭരണമാണ് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നഷ്ടപ്പെട്ടത്. അപ്പോ ഒരു നഷ്ടബോധം അവർക്കുണ്ടാവാം, നമുക്കിതിന് അങ്ങനെ ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസം അവരും തമ്മിലുണ്ട്. ആ സാഹചര്യത്തിൽ 1800കളുടെ ആരംഭത്തിൽ അന്നു തന്നെ ഉത്തരേന്ത്യയിൽ ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന മനുഷ്യൻ വഹാബിസം ഇറക്കുമതി ചെയ്തു. ചോദ്യങ്ങളായി മഹാന്മാരോട് ആത്മീയമായ തലത്തിലൂടെയുള്ള ആ ആത്മീയമായ കണക്ഷൻ അത് ആത്മീയമായ കണക്ഷനാണ്. ആ കണക്ഷനെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുമായുള്ള അവരുടെ മദതിനെ ആവശ്യപ്പെടുക, അവരെ കൊണ്ട് തവസ്സുലാക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ബന്ധപ്പെടുവാനുള്ള ഒരു മധ്യമാർഗമായിട്ട് മഹാത്മാക്കളെ നാം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ കാലം മുതലേ നടന്നു വരുന്ന ആചാരം, അതൊക്കെ ശിർക്കും കുഫറുമാണ് എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾക്കെതിരെ രൂക്ഷമായ ആരോപണ ആക്ഷേപ വർഷങ്ങളായി ഇയാൾ കടന്നു വരികയാണ്. ആ ഇസ്മായിൽ ദഹ്ലവി പ്രതിനിധാനം ചെയ്യുന്ന ആ വഹാബി പ്രസ്ഥാനത്തിന്റെ
പ്രാക്ടിക്കൽ രൂപമായി 1926 രംഗപ്രവേശം ചെയ്ത സംഘടിത ഭാവം പ്രാപിച്ച ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. ആരാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ? ആര്? തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് ഇല്യാസി എന്ന് പറയുന്ന മനുഷ്യനാണ്. മുഹമ്മദ് ഇല്യാസി 1926 കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. എന്താണ് ആ വർഷം? 1926 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത് പണ്ഡിതന്മാർക്ക് സംഘടിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഇവിടെ വഹാബി പ്രസ്ഥാനം സംഘടന തുടങ്ങിയപ്പോൾ അവരെ ഇന്നത്തെ രൂക്ഷമായിട്ട് ഓരോ മഹല്ലിലും വന്ന് കാണി ഫിത്നയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ പള്ളിമൂലകളിൽ ഇബാദത്തിലും ഇൽമിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന പണ്ഡിത മഹത്തുക്കൾ കോഴിക്കോട് സംഘടിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്യുകയാണുണ്ടായത്. അല്ലാതെ നമ്മളൊക്കെ പാടെ പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആവാനും കൂടി ഖജാൻജിയൊക്കെ ആവാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയതാ അല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കിയതാണോ? അല്ല, ഉണ്ടാക്കേണ്ടി വന്നതാണ്. ഒരിക്കലും പണ്ഡിതന്മാരുടെ സ്വപ്നത്തിലോ അവരുടെ ചിന്തയിലോ ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യകത, ഒരു സംഘടന രൂപീകരിക്കാനുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഈ വിഷയത്തിലേക്ക് തെരഞ്ഞെടുപ്പെടുത്തുവാൻ വേണ്ടി മൗലാന ഫാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ലോകപ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതൻ, അതുപോലെ സ്വാതന്ത്ര്യ സമര രംഗത്തുള്ള സജീവ പോരാളിയായിരുന്ന മഹാനായ മൗലാന ഫാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളത്തിന്റെ മുഖമൂലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ സംഘടിപ്പിക്കുവാൻ വേണ്ടി സഹിച്ച ത്യാഗത്തിന്റെ കഥകൾ ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ തീരൂല. ഇന്നത്തെ മാതിരിയായിരുന്നില്ല. അങ്ങനെ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ അനുഭവം അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളെ മഹല്ലില് പുറമുള്ള കക്ഷികൾ ഇത് വരികയാണല്ലോ. എന്നിട്ട് ക്ലാസ് ആയിട്ട് രഹസ്യ ക്ലാസ്, പരസ്യ ക്ലാസ്, രഹസ്യമന്ത്രങ്ങള്, പരസ്യമന്ത്രങ്ങള്, അല്ലേ? അതേ സമയത്ത് ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ വഹാബികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പൊ മങ്കട ഏകദേശം ആ പഞ്ചായത്തിലുള്ള മിക്ക മഹല്ലുകളും അവരുടെ കസ്റ്റഡിയിലാണ്. എടത്തനാട്ടുകര നമ്മൾ ആരെങ്കിലും അവിടെ പോയിട്ട് പ്രസംഗിക്കാറുണ്ട്. ആ മഹല്ലത്തിന്റെ പള്ളിന്റെ മിമ്പറിന്റെ അടുത്ത് മിനാരത്തിന്റെ അങ്ങോട്ട് സ്പീക്കർ തിരിച്ചിട്ട് ഇവിടുത്തെ മൗലവിമാർ, ഇവിടുത്തെ മഹല്ലിന്റെ ആൾക്കാർ, ഇവരൊക്കെ പേച്ചവരാണ്, ഇവരൊക്കെ കാഫിരീങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഇല്ല. അതേ സമയത്ത് അവർ ഇങ്ങോട്ട് വരും, ഇല്ലേ? എന്നതുപോലെ 1920കളിൽ ഇങ്ങോട്ട് അവർ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് പ്രതിരോധിക്കേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും ആലോചിക്കണം, ചെറുപ്പക്കാർ ശരിക്കും നമ്മുടെ സംഘടനാപരമായ അടിസ്ഥാന നയങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതേ 1926 തന്നെയാണ് ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. ആരാണ് അതിന്റെ രൂപീകർത്താവ് ആരാണ്? മുഹമ്മദ് ഇല്യാസി അൽ കാന്തലവി എന്ന് പറയുന്ന ആളാണ്. ഉത്തരേന്ത്യയിലുള്ള ഉത്തർപ്രദേശിലുള്ള കാന്ധില എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച ആളായതുകൊണ്ടാണ് മുഹമ്മദ് ഇല്യാസി കാന്ധിലവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഞാൻ ഈ പ്രവർത്തനം, ഈ തബ്ലീഗ് എന്ന പ്രവർത്തനം ഞാൻ നടത്തുന്നത്, ഞാൻ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് എന്റെ ഗുരുനാഥനായ റഷീദ് അഹമ്മദ് ഗംഗോഹി, അതുപോലെ അഷ്റഫ് അലി താനവി തുടങ്ങിയ ആളുകളുടെ ആശയങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ കഴിയും. അതൊക്കെ ഉറുദുവിലുള്ള പരാമർശങ്ങളാണ്. ഞാൻ വിഷയം പറയുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എവിടെയാണ് പറഞ്ഞത് ചോദിച്ചാൽ അപ്പയാണ് വായിച്ചത്. അങ്ങനെയുള്ള ആ റഷീദ് അഹമ്മദ് ഗംഗോഹി, അഷ്റഫ് അലി താനവി, ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്മായിൽ ദഹ്ലവി, ഇവരെയൊക്കെ പിന്തുടർന്നുകൊണ്ട് അവരുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി രൂപീകൃതമായൊരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഏതുപോലെ നേരത്തെ ഉസ്താദ് പ്രസംഗിച്ചു പറയുന്നത് കേട്ടു. മഖ്ദൂമിങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, രണ്ടാമൻ, ഇങ്ങനെയുള്ള ആൾക്കാര്
അവരെ മുറുകെ പിടിക്കുന്ന, അവർ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ് നാം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ഇസ്മായിൽ ദഹ്ലവി, റഷീദ് അഹമ്മദ് ഗംഗോഹി, അഷ്റഫ് അലി താനവി ഉത്തരേന്ത്യയിലുള്ള അന്നത്തെ ആൾക്കാരാണ്, 1800കളിലുള്ള ആളുകളാണ്. അവരുടെ ആശയങ്ങളെ ജനങ്ങൾ സാധാരണക്കാരുടെ കൽബിലേക്ക് ഇട്ടുകൊടുക്കുവാൻ വേണ്ടി രൂപീകൃതമായൊരു പ്രസ്ഥാനം, അതാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇവരൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ശരിക്കും മനസ്സിലായി. ഇവരൊക്കെ തനി മൂത്ത വഹാബീസമാണ് അനുയായികൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം. എന്റെ ഈ കയ്യിലുള്ള ഈ പുസ്തകമുണ്ടല്ലോ, ഇതിന്റെ പേര് സിറാത്തെ മുസ്തഖീം എന്നാണ്. ഇതിന്റെ പേരെന്താണ്? സിറാത്തെ മുസ്തഖീം. ഈ സിറാത്തെ മുസ്തഖീം അത് ഫോട്ടോസ്റ്റാറ്റാണ്. സമസ്തയുടെ ആൾക്കാരുടെ അടുക്കലുള്ളത് ഫോട്ടോസ്റ്റാറ്റാണ്. സമസ്തക്കാരുടെ അടുക്കൽ ഒറിജിനൽ കോപ്പില്ല. സമസ്തന്റെ ആൾക്കാർക്ക് ഉറുദു എന്നങ്ങനെ അറിയില്ല എന്നൊക്കെ പല ആൾക്കാരും പറയും. പക്ഷേ ഇത് ഒറിജിനലാ, ഇത് ഫോട്ടോസ്റ്റാറ്റല്ല. ഇതിലെന്താ പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതിന്റെ 118ാമത്തെ പേജിലാണെന്ന് വായിച്ചു തരാം. 118ാമത്തെ പേജ്. ഇതിൽ പറയുന്നത് ദൂസരെ ഹിദായത്ത്, ഇബാദത്ത് में खलल, अंदाज चीजों के तफसील, जिक्र और उनके इलाजों के बयान में और उसमें 3 इफादे हैं. ഇബാദത്തുകളിൽ തകരാറ് വരുത്തുന്ന കാര്യങ്ങളുടെ വിശദമായ പ്രതിപാദനം, അവയുടെ പരിഹാരമാർഗം. ഇതിൽ 3 അധ്യായങ്ങളാണുള്ളത്. എന്നുവെച്ചാൽ നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അല്ലാഹു അക്ബർ വജ്ജഹത്തൊക്കെ ഉഷാറായിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ടുണ്ടാവും. പിന്നെ സലാം വീട്ടിൽ കഴിയുമ്പോൾ അജ്ജറ നിസ്കരിച്ചത് അറിഞ്ഞില്ലല്ലോ അല്ലേ? എനിക്ക് ഞാൻ എന്റെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പ്രയാസാക്കി പറയാം. നിങ്ങളങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ അങ്ങനെയല്ലേ. അപ്പൊ ഇത് ആർക്കും സംഭവിക്കും. ഈ ഖുശൂ എന്ന് പറയുന്നത് ചിലപ്പോ പെട്ടെന്ന് അറിയാതെ തെറ്റിപ്പോകും അല്ലേ? അപ്പൊ ഇതിനെ സംബന്ധിച്ചാണ് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അത് പല നിരക്കുള്ള വസ്വാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചന വരും, ജോലിയെ സംബന്ധിച്ചുള്ള ആലോചന വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചന വരും അല്ലേ? ഒരു മൈക്ക് ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മൈക്ക്, ഇന്നത്തെ പ്രസംഗം, ഇന്നത്തെ പ്രാസംഗികനുസരിച്ച് മൈക്ക് എന്താക്കണം, അങ്ങോട്ടാക്കണം, ഇങ്ങോട്ടാക്കണം, ഇതൊക്കെ ഇങ്ങനെ ആലോചന വരും. പല ആലോചനകൾ നമുക്ക് വരും. സ്കാറ്റിലേക്കാരും വരിക. അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയാം. ആ കൂട്ടത്തിൽ ഒരാൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് അയാളെ ചിന്ത അല്ലാഹുവിന്റെ റസൂലിൽ ലയിച്ചു പോയാൽ, നിസ്കാരവേളയിൽ ഒരാളെ ചിന്ത അല്ലാഹുവിന്റെ റസൂലിലങ്ങു ലയിച്ചു പോയാൽ അതിന്റെ അവസ്ഥ എന്താണ് അതിന്റെ അവസ്ഥ? ഇദ്ദേഹം പറയട്ടെ. തബ്ലീഗ് ജമാഅത്തുകാർ അവരുടെ ആചാര്യനും അപ്പോസ്തലനുമായി പഠിപ്പിക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന സാക്ഷാൽ ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിറാത്തെ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 118ാമത്തെ പേജിൽ പറയുന്ന പരാമർശം, ഇത് സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റും, മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. ഇതിൽ പറയുന്നത് എന്താ? വിമുക്തമായ പാപങ്ങൾ ചിലതിനേക്കാൾ ഭീകരമാണെന്നുള്ള ആ മഹത്തായ ആശയത്തിന്റെ താൽപര്യപ്രകാരം जिना के वसवसे अपनी बीबी की मुजामत का ख्याल बेहतर है. വ്യഭിചാര ചിന്തയേക്കാൾ സ്വന്തം ഭാര്യയുമായുള്ള ലൈംഗികവേച്ഛയാണ് നിസ്കാരത്തിൽ ഒരാളുടെ ചിന്തയിൽ ലയിച്ചുപോയതെങ്കിൽ അത് വളരെ നല്ലതാണ്. അയാൾ പറഞ്ഞ വാക്ക് അതേമാതിരി അർത്ഥം വെക്കുക. ഒരാൾക്ക് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അയാള് മനസ്സിൽ പോയതോ ഒരു വ്യഭിചാരത്തിന്റെ ചിന്തയിലാണ്. അതിനേക്കാൾ നല്ലത് സ്വന്തം പെണ്ണുങ്ങളേറ്റ് ഭാര്യയുമായിട്ട് ഉള്ള ലൈംഗിക വേഴ്ചയിൽ ഒരാളുടെ ചിന്ത ഗുണഗുണമാവലാണ്. നല്ലത് അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു രണ്ടും അല്ലേ? നമുക്ക് ഒന്ന് നല്ലത് മറ്റേത് മോശം പറയാൻ പറ്റും. പറയുന്ന അർത്ഥം ഗുഡ്, അതാണ് നല്ലത്. എന്താണ് അയാളാ പറഞ്ഞത്? അയാളോടൊന്ന് ചോദിച്ചു. പക്ഷേ ഇനിയാണ് അദ്ദേഹം जैसे और बुजुर्गों की तरफ जनाब रिसालत मआब ही हूँ, अपनी हिम्मत को लगा देना, अपनी
जिन्हें बाइल और गड्ढे की सूरत में मुस्तगरिक होने से बुरा है. വിചാരചിന്തയേക്കാൾ നല്ലത് ഭാര്യയുമായുള്ള ജനിക്കുന്ന ചിന്തയാണ്. എന്നാൽ ഒരാൾ നിസ്കാരത്തിൽ റസൂല് പോലുള്ള മഹാത്മാക്കളിലോ ലയിച്ചു പോകുന്നത് അവനവന്റെ വീട്ടിലുള്ള കാള, കഴുത എന്നിവയിൽ ലയിച്ചു പോകുന്നതിനേക്കാൾ വൃത്തികെട്ടതാണ്. എന്താണ് ആ വാക്ക് മുസൽമാന്റെ ഭാഗത്ത് നിന്ന് വരും. ശരിക്കാലോചിക്കണം എന്നത് പറയാണ്. ക്യോंकि शेख का ख्याल तो ताजीम और बुजुर्गी के साथ इंसान के दिल में चमक जाता है और बैल और गद्दे के ख्याल को न तो इस कदर चुपीदगी होती है और न ताजीम बल्कि हकीर और जलील होता है और गैर की या ताजीम और बुजुर्गी जो नमाज में मलहूज हो वो शिर्क की तरफ खेच करने जाती है. കഴുതനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കഴുതൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ യാത്രയിൽ പോയി കടന്നു പന്നിയാൾ. അപ്പൊ നമ്മളിപ്പോ നിസ്കാരത്തിൽ പന്നിയാൾ ചിന്തിക്കുന്നത് ആ പന്നിനോട് ബഹുമാനം തോന്നുന്നില്ലല്ലോ, തോന്നുന്നുണ്ടോ? ഇല്ല. അതേസമയത്ത് റസൂലിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. റസൂലിന്റെ കാര്യങ്ങളെ ഈ ബഹുമാനം, ആ ബഹുമാനം സുഹൃത്താണ്. റസൂലിനെ മനസ്സാ ബഹുമാനിക്കുന്ന സുഹൃത്ത്. അതേമാതിരി അംർ ബിൻ അസ് എന്ന സഹാബി നബിയെ നോക്കിയിട്ടില്ല. ബഹുമാനാണ്. ആ ബഹുമാനം ശിർക്ക? അത് ശിർക്കാണോ? ഹദീസ് ഞാൻ കാണിച്ചു. ഇതിൽ പറയുന്നുണ്ട് ആ ഹദീസ്, ഞാൻ ഇപ്പൊ തെരഞ്ഞേക്കാവുന്നില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതൊന്നും ശിർക്കല്ല. പക്ഷെ ഇവര് പറയുന്നുണ്ടാണ് ശിർക്കാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഒരൊറ്റ മസലയും കൂടി ഇങ്ങോട്ട് ചോദിക്കാം. നമ്മളിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ ഇങ്ങനെ ഓതുന്ന സമയത്താണ് നമ്മളെ വിളിക്കുന്നു, മോനെ എവിടെ? ഞാനിവിടെയാണ് ഉമ്മ. എന്താ കാട്ടുന്നത്? ഞാൻ നിസ്കരിക്കുകയാണുമ്മ എന്ന് പറഞ്ഞാൽ അയാളെ നിസ്കാരം ബാത്തിലാകുമോ ഇല്ലയോ? എന്താണ് മസല? എന്താ ബാത്തിലാകുമോ? ബാത്തിലാകും. എന്നാൽ അതേ സമയത്ത് അല്ലാഹുവാണ് വിളിക്കുന്നതെങ്കിലോ ബാത്തിലാകൂല. ഇനി റസൂലുള്ളയാണ് വിളിക്കുന്നതെങ്കിലോ എന്താ മസല? റസൂലുള്ളയെ നമ്മൾ വിളിച്ചു, ആ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുത്തു, എന്നിട്ട് വാന്ന് പറഞ്ഞു, അവർ ചെന്നു, ഇനി പെയ്ക്കോന്ന് പറഞ്ഞു, തോന്നു, നമസ്കാരം ബാത്തിലാവുമോ? ബാത്തിലാകില്ല. അത് ഖുർആൻ പറഞ്ഞതാ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കാണിച്ചു.
സൂറത്തുൽ അംഫാലിൽ അല്ലാഹു തആല അതിന്റെ 24-ാമത്തെ ആയത്തിൽ പറയാം, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം ചെയ്യണം, വദിർ റസൂൽ, റസൂലിനും ഉത്തരം ചെയ്യണം, ഇദാ ദഅാകും, ആ റസൂൽ നിങ്ങളെ വിളിക്കുമ്പോൾ. നിസ്കാരത്തിൽ റസൂലിനെ വിളിക്കുകയാണെങ്കിൽ, ഇവിടെ നിസ്കാരം എഴുതി പറഞ്ഞില്ല, എല്ലാ സമയത്തും അങ്ങനെ തന്നെ. അവിടെ നിസ്കാരത്തിൽ റസൂലിനെ വിളിക്കുകയാണെങ്കിൽ ചെയ്യൽ നിർബന്ധമാണ്, നബിക്ക് അനുസരിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും തന്നെ നിസ്കാരം ബാത്തിലായി പോകുന്നതല്ല. തഹിയ്യാത്തുന്ന സമയത്ത് എന്താണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയേ അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരാ വേണ്ടത്? നബി വേണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ മനസ്സിൽ നബി വേണം. എങ്ങനെയെങ്കിലും ഉണ്ടായ പോരാ. ആ നബി النبي صلى الله عليه وسلم وشخصه الكريم, നീ നിന്റെ മനസ്സിൽ നബിയെ ഹാജരാക്കിക്കോ. നബി തന്നെ ഇങ്ങനെ വന്നു നിൽക്കുന്നതായിട്ട് നീ നിന്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കിക്കോ. എന്നിട്ട് ആ നബിയോടാ സലാം ചെല്ലേണ്ടത്. വെറുതെ ഇങ്ങനെ തൊള്ളായി വിട്ടാ പോരാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില ആൾക്കാർ ഖുശൂഅോട് കൂടിയിട്ടേ അത്തഹിയ്യാത്ത് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നിയ പോരാ. വളരെ കൃത്യമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ നിൽക്കുന്ന റസൂലുള്ളാഹിക്കൊരു സലാം. അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അങ്ങനെയാണത് വിശദീകരിച്ചിട്ടുള്ളത്. മൂരിന്റെയും കൈതന്റെയും മാതിരി അത്. എന്നാൽ ആ റസൂലിനെ, റസൂലിൽ ചിന്ത നിമഗ്നമായി പോകുന്നത് വളരെ മോശമാണ്, വൃത്തികെട്ടതാണ്, അത് ശിർക്കിന്റെ കവാടമാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി ഈ സിറാത്തെ മുസ്തഖീമിന്റെ രചയിതാവ് അഥവാ ഇസ്മാഈലുദ് ദഹ്ലവി ഈ പറഞ്ഞ ആശയം, ഇത് ഒരു കിതാബിലാണെങ്കിൽ നമുക്കത് വായിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ എന്ന കിതാബ് ഇത് മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 1 മുതൽ ഒടുവിലത്തെ പേജുകൾ വരെ ഓരോ പേജിലൂടെ കടന്നു പോകുമ്പോഴും സുന്നികളെ താറടിക്കാൻ, സുന്നികളെ കാത്തറാക്കാൻ ഇവിടുത്തെ മുജാഹിദുകൾ എന്തുമാത്രം മത്സരം നടത്തുന്നോ അതേ അനുഭവമാണ് ഒരു വായനക്കാരന് അയാൾ സമ്മാനിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അറിയാത്തൊരു സംഗതി. ഇപ്പൊ NP അബൂബക്കർ സാഹിബിനോട് ഞാനൊരു അറിയാത്ത സംഗതി ചോദിക്കാൻ പോവുകയാണ്. അബൂബക്കർ സാഹിബ്, നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ എത്ര ഐഡികൾ ഉണ്ട്? എന്തെങ്കിലൊന്നും ഉണ്ടാത്ത അറിയെങ്കിൽ അറിയെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. അറിയില്ല എന്നുള്ളതിന് ഇസ്ലാമിലൊരു ഭാഷ ഉണ്ടല്ലോ. എന്താണത്? അല്ലാഹു അഅലം വറസൂലു അഅലം അല്ലേ? അപ്പോ അബൂബക്കർ സാഹിബ് പറയാണ് അല്ലാഹു അഅലം അല്ലാഹു വറസൂലുഹു അഅലം. അതേ അബൂബക്കർ സാഹിബ് നോട് രണ്ടാമതൊന്ന് ചോദിക്കട്ടെ, ക്ലാസ് റൂമിൽ എത്ര ഐഡി ഉണ്ട് എന്നുള്ളത് ഖുർആന്റെ ഹദീസിന്റെ കാര്യമാണോ അതോ ഒരു ഭൗതിക വിഷയമാണോ? ഭൗതിക വിഷയം. ഭൗതിക വിഷയത്തിൽ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയുന്നത് ശിർക്കായി പോകും എന്നാണ് ഇസ്മാഈലുദ് ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാനിൽ രേഖപ്പെടുത്തിയത്. അത് ശിർക്കായി പോകും. അങ്ങനെയാണെങ്കിൽ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ, മിശ്കാത്തുൽ മസാബീഹ് മറിച്ചു നോക്കൂ. നമ്മുടെ ദർസുകളിലും അറബി കോളേജുകളിലും പ്രാമാണികമായി ഓതിപ്പടിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളൊന്ന് മറിച്ചു നോക്കൂ. ആ ഗ്രന്ഥങ്ങളിൽ എത്ര സ്ഥലത്താണ് അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലിനും ഏറ്റവും അറിവുള്ളവരാണെന്ന പ്രയോഗം എനിക്കറിയൂല എന്നതിന് കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ്. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ? അല്ല, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂ ഖത്താദയോട് ചോദിച്ചില്ലേ, അതഅലമു അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവോടും റസൂലുള്ളാഹിനോടും നല്ല ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? അല്ലാഹു വറസൂലുഹു. അബൂ ഖത്താദ റളിയല്ലാഹു പറഞ്ഞ മറുപടി അല്ലാഹു വറസൂലുഹു അഅലം എന്നാണ്.
അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, ഉമ്മു സുലൈം, വീട്ടിൽ ഭക്ഷണമുണ്ടോ? ഒരു 100 ആൾക്ക് ഭക്ഷണം ഉണ്ടാവുമോ? ആകെ 2-3 പീടി അരിയാണുള്ളത്. നിങ്ങൾ ചോദിക്കാം, ആ വരുന്ന ആൾക്കാർക്കൊക്കെ പാടെ ഭക്ഷണം ഉണ്ടോ? ഇല്ലാന്ന്. അപ്പൊ അറിയില്ല എന്ന് പറയേണ്ടത് എന്ത് പറഞ്ഞു? അല്ലാഹു വറസൂലുഹു അഅലം. ഇത് ഉമ്മു സുലൈം ബീവി പറഞ്ഞ വാക്കാണ്. മറ്റേത് അബൂ ഖതാദ പറഞ്ഞ വാക്കാണ്. ഇങ്ങനെ ഹദീസിന്റെ കിതാബുകളിൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞ എത്രയെത്ര സ്ഥലങ്ങളാണുള്ളത്. എന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ അയാൾ കാഫിറായി പോകും, മുർത്തദ്ദായി പോകും എന്ന് ഇയാൾ എഴുതി വെച്ചിരിക്കുക. ആ പറഞ്ഞ ഇസ്മായിൽ ദഹ്ലവിയെ അനുധാവനം ചെയ്തുകൊണ്ട് പ്രചരണം നടത്തുന്ന ടീമിന്റെ പേരാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. നമ്മൾ അവരോട് വ്യക്തിപരമായ വിദ്വേഷത്തിന്റെയോ വ്യക്തിപരമായ വിമർശനത്തിന്റെ പേരിൽ പറയുന്ന കാര്യമല്ല. ഇതെങ്ങനെ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് തന്നെയാണ് അവർക്കും പറയാം. അങ്ങനെ ഇല്ല എന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അതേപോലെ തന്നെ മറ്റൊരാളാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി. അയാളോട് ചോദിക്കുകയാണ്, താജ് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ? സ്വലാത്തു താജ് ചൊല്ലാൻ പറ്റുമോ? സ്വലാത്തു താജിൽ നമ്മുടെ നാരിയത്ത് സ്വലാത്തിൽ റസൂലുള്ളാഹിനെ വിശേഷിപ്പിക്കുന്ന അതേ വിശേഷണങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ട മറ്റൊരു സ്വലാത്തിന്റെ പേരാണ് താജ് സ്വലാത്ത്. നമ്മുടെ സ്വലാത്തിന്റെ ഏടുകളിൽ ആ സ്വലാത്ത് കാണാൻ അതിൽ റസൂലുള്ളാഹിനെ വർണ്ണിക്കുകയാണ്. ഇങ്ങനെ റസൂലിനെ വർണ്ണിച്ചുകൊണ്ടുള്ള സ്വലാത്ത് പറ്റുമോ എന്ന ചോദ്യത്തിന് അയാളുടെ മറുപടി എന്താണ്? പാടില്ല. എത്ര സ്ഥലത്ത് പറയുന്നുണ്ട്? മഹാന്മാരുടെ ഖബറുകളിൽ പോയിട്ട് അവരോട് അപേക്ഷിക്കാൻ പറ്റുമോ? ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അത് മഹദ് ശിർക്ക് ഹേ, അത് മഹദ് കുഫർ ഹേ, അത് തനി ശിർക്കിന്റെ ഏർപ്പാടാണ്, തനി കുഫറിന്റെ ഏർപ്പാടാണ് എന്ന് പറഞ്ഞ റഷീദ് അഹമ്മദ് ഗംഗോഹി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനാണ് എന്റെ പ്രവർത്തനം എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് ഇല്യാസി അയാളുടെ മൻഖൂലാത്ത് എന്ന കിതാബിന്റെ 122-ാമത്തെ പേജിൽ പറയുകയാണ്. അതേപോലെ തന്നെ അതിന്റെ 59-ാമത്തെ പേജിൽ പറയുകയാണ്. എന്താ പറയുക? അഷ്റഫ് അലി താനവി. ആ അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന ഇല്യാസിയുടെ പ്രധാനപ്പെട്ട ഗുരുവായ അഷ്റഫ് അലി താനവിയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. തഅലീം ഉൽക്കാ ഹേ, തബ്ലീഗ് മേരാ ഹേ. എന്താ തഅലീം ഉൽക്കാ ഹേ, തബ്ലീഗ് മേരാ ഹേ. അധ്യാപനം അദ്ദേഹത്തിന്റേത്, പ്രബോധനം എന്റേത്. ആ അഷ്റഫ് അലി താനവിയുടെ ബിഹസ്തെ സേവർ എന്ന കിതാബിന്റെ 49-ാമത്തെ പേജ് എടുത്താൽ അതിൽ പറയുകയാണ്, മഹാന്മാരായ ആളുകളുടെ പേരില് മൃഗങ്ങളെ അറുക്കുന്ന ഏർപ്പാട് കടുത്ത ശിർക്കാകുന്നു. ഞാൻ നമ്പോലംകുന്നിലുള്ള പ്രിയപ്പെട്ട കാരണവന്മാരിവിടെ ഇരിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് വളരെ താഴ്ന്ന പടിയിൽ നിന്നുകൊണ്ടൊന്ന് ചോദിക്കട്ടെ. ഇവിടെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരിൽ കന്നിനറക്കലുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ അറക്കലുണ്ടോ? ഉണ്ടെന്നില്ല എന്ന് പറയാനുണ്ടോ? ഉണ്ട്. ബദരീങ്ങളെ ആണ്ടിന് ബദരീങ്ങളെ പേരിൽ, മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ടിന് അന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ, ഓമാനൂർ ശുഹദാക്കളുടെ ആണ്ടിന്റെ അന്ന് അവരുടെ പേരിലൊക്കെ നമ്മൾ അറക്കാറില്ലേ? ഈ അറവില്ലേ, അത് ശിർക്കാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. ആര് പറയുന്നത്? ഇത് ഞാൻ വെറുതെ പറയില്ല കേട്ടോ. നിങ്ങൾ ആര് നീച്ച് ചോദിച്ചാലും, നിങ്ങൾ ആര് എഴുന്നേറ്റ് ചോദിച്ചാലും തൽക്കാലം ബേജാറാവില്ല. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മലപ്പുറം മുട്ടിപ്പടിയിൽ തബ്ലീഗ് ജമാഅത്തിന് ഖാസായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രസംഗം ഇതേപോലെ ഒരു വേദിയിൽ ചെന്നു. നല്ല നല്ല ആൾക്കാരവിടെ, നല്ല നിബിഡമായ ജനങ്ങളാണ്, ഒരുപാട് ചെറുപ്പക്കാർ. എനിക്ക് വളരെ സന്തോഷമായി. ഇവിടുത്തെ അതേമാതിരി തന്നെ. അങ്ങനെ പ്രസംഗം കഴിയുമ്പോൾ മൂവാറ്റുപുഴക്കാരനായ ഒരു മൗലവി ഇങ്ങനെ വരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത പ്രയോഗങ്ങളാണ്. അത് മുഴുവൻ വായിച്ചാൽ നിങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞു, മുഴുവൻ നിങ്ങൾ വായിച്ചോളൂ. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു, മുഴുവൻ നിങ്ങൾ വായിക്കാം. 2 ആൾക്ക് ഒരു തരത്തിൽ മറ്റേ നേരം വായിക്കാം, ഇത് അർത്ഥം വെക്കാം, ജനങ്ങൾ കേൾക്കട്ടെ. അപ്പൊ അയാൾക്ക് വായിക്കാനൊന്നും കഴിയുന്നില്ല. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിന് തറക്കല്ലിട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി,
അദ്ദേഹം ഈ പറഞ്ഞ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പേര് പറഞ്ഞു, ഇസ്മായിൽ ദഹ്ലവി, റഷീദ് അഹമ്മദ് ഗംഗോഹി, അസ്രഫ് അലി താനവി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ മുഹമ്മദ് ഇല്യാസി എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വലിയ ഇമാമുൽ അസ്റാണ്, അയിമത്തുൽ അസ്റാണ്, കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകന്മാരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മഫാഹിം യജിബു അൻ തുസഹഹ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം അദ്ദേഹം അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് മൈക്ക, എന്റെ അടുത്തുണ്ട് മൈക്ക. അദ്ദേഹം അതുണ്ട്, ഞാൻ പറയില്ല. എന്നാ അപ്പൊ ജനങ്ങളെ വിട്ടു. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ ഞാൻ ബലികൈക്കോളാന്ന് പറഞ്ഞു. ഇല്ലെങ്കിലോ എന്നപ്പോ ആൾക്കാർ ചോദിച്ചു. ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ സുന്നിയാവാൻ ശ്രമിക്കാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കുക മാത്രമല്ല, ഞാൻ തെബിലീഗൻ തന്നെ ആയിക്കോളാം. എന്നാ നമുക്ക് അടുത്ത ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ഈ ക്ലാസ് ഉള്ളതെങ്കിൽ അടുത്ത ഞായറാഴ്ച അവിടെ ഞാൻ ഒരു 8:30 മണിക്കാണ് സംസാരത്തിന് പള്ളിയിൽ നിന്ന് ദർശനമായതുകൊണ്ട് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പോകുന്നത്. 8:30 മണിക്ക് സ്പോട്ടിലെത്തി, ഓൺ സ്പോട്ട് പ്രസംഗം തുടങ്ങി. അങ്ങനെ പ്രസംഗം തുടങ്ങിയിട്ട് അപ്പോഴൊന്നും അദ്ദേഹം അവിടെ അല്ല. പ്രസംഗം തുടങ്ങി കുറച്ചും കഴിഞ്ഞേക്കുന്നുണ്ടല്ലോ, കിതാബിന്റെ കട്ടേരിങ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അബുൽ ഖൈർ മൗലവിന്റെ അടുത്ത് കുറെ കിതാബിറ്റ് വന്നിക്കാണ്. എന്നിട്ട് എന്റെ മേശപ്പുറത്ത് വെച്ചു. നോക്കുമ്പോ ഇതില്ല, അങ്ങനെ സംഭവമില്ല. വെറുതെ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കിന്റെ പേര് പച്ച നോണയാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ നുണ പറയാൻ നല്ല മിടുക്കുണ്ടാവും പല ആളുകൾക്കും. നുണ പറയാൻ ആളുകൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. സാധാരണക്കാർ ഒരു പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ പറയുന്നത്? പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകാം. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് എന്ത് ഈ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ പറഞ്ഞ ഈ ബിഹസ്തി സേവർ എന്ന് പറഞ്ഞ ഈ കിതാബ്, അതിന്റെ 49-ാമത്തെ പേജിൽ ഇതാ കുഫ്ർ വ ശിർക്ക് കി ബാത്തോं കാ ബയാൻ, കുഫറിന്റെയും ഷിർക്കിന്റെയും കാര്യങ്ങളുടെ വിശദീകരണം. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഒരാൾ മുർത്തദ്ദാകൻ എങ്ങനെയാണ് അതിങ്ങനെ വിശദീകരിക്കാം. ആ കൂട്ടത്തിൽ പറയാം, കിസിക്കോ ദൂർ സേ പുകാർന, ഒരാളെ ദൂരത്തുനിന്ന് വിളിച്ചാല്, അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലല്ലേ, ഇന്നത്തെ മൊബൈലും സൗകര്യമൊന്നും അവർക്ക് അന്നത്തെ ഈ പറഞ്ഞ ആൾക്കാർക്ക് ചിന്തയിൽ വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ വളരെ ദൂരെ നിന്ന് ഒരാളെ വിളിച്ചാല് കാഫിറായി പോകും. പിന്നെ അവർ സമച്ചിനാക്കോ ഉസ്കോ ഖബർ ഹോഗി, ഇവിടുന്ന് വിളിച്ചാൽ അവിടെ കേൾക്കും എന്ന് വിചാരപ്പെട്ടാൽ കാഫിറായി പോകും. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മൊഴിയിൽ അങ്ങനെ ഒരു പരാമർശം ദൂരത്തുനിന്ന് വിളിച്ചാൽ കാഫിറാവുന്നു? ഇവിടുത്തെ വിളി അവിടെ കേട്ട അള്ളാഹ്ക്ക് ഇപ്പൊ എന്തോ ഒരാൾക്ക് കൈകൊടുത്തൂടെ? അല്ലേ? ഔലിയാക്കളെ പറ്റി തന്നെ അള്ളാഹ് പറഞ്ഞത് എന്താ? ഒരാൾ ഫർദിന് പുറമെ സുന്നത്തുകളെ കൊണ്ട് എന്നോടടുത്താൽ കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹാ വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ. പിന്നെ അവൻ കാണുന്ന കണ്ണ്, അവൻ കേൾക്കുന്ന കാത്, അവൻ പിടിക്കുന്ന കൈ, അവൻ നടക്കുന്ന കാല്, എല്ലാം ഞാൻ അവർക്ക് പ്രത്യേകത നൽകുമെന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മളെ കാഴ്ച പോലെ ആവില്ല, അവരുടെ കാഴ്ചക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ കേൾവി പോലെയാകില്ല, അവരുടെ കേൾവിക്ക് വ്യത്യാസമുണ്ടാകും. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, എന്താ? വല്ലാഹി വല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ സുജൂദുകും വലാ ഖുശൂഉകും. ഞാൻ ഇമാമായി നിസ്കരിക്കുമ്പോൾ സഹാബികളെ, നിങ്ങൾ മഅ്മൂമീങ്ങളാണല്ലോ, നിങ്ങളുടെ റുകൂഅ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ സുജൂദ് ഞാൻ കാണുന്നുണ്ട്, എന്നല്ല നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഖുശൂഅ ഞാൻ കാണുന്നുണ്ട്. വല്ലാഹി മാ യഖ്ഫാ അലയ്യ, നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ നിങ്ങളുടെ മുന്നിലാണ്, എനിക്ക് പിറകിലും കാണാൻ കഴിയും. വല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ സുജൂദുകും വലാ ഖുശൂഉകും, നിങ്ങളുടെ റുകൂഅോ നിങ്ങളുടെ സുജൂദോ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഖുശൂഅ പോലും എനിക്ക് അവ്യക്തമല്ല. എന്താ അല്ലാഹ് അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ നമ്മൾക്ക് എന്തിനാ അസൂയപ്പെടുന്നത്? നമ്മക്കില്ലാത്തത് വേറൊരാൾക്ക് കൊടുക്കണേന് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഒരാളെ ദൂരത്ത് നിന്ന് വിളിച്ചാൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇവിടുന്ന് കേൾക്കുമെന്ന് വിചാരിച്ചാല് ആള് കാഫിറാവുന്നു. എന്താണ് ഈ പറയുന്നത് തബ്ലീഗുകാരാ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഈ വിശ്വാസം മനസ്സിനകത്ത്, മനസ്സിന്റെ ഉള്ളിൽ ഈ കോയമ്പ് പരത്തിയിട്ട് അല്ലേ ഓരോ മനസ്സിന് കൊടുക്കേണ്ടത് മനസ്സിൽ അതന്നെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഭയങ്കര രസമുണ്ടായി. ഇന്നലെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 10 മണിയാകും. എന്റെ ഫാമിലി ഉണ്ടോ, ആ കുട്ടികൾക്ക് ഭക്ഷണത്തിന് കരയാണ്.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു ചെറിയൊരു ഒരു പെട്ടി ഹോട്ടലിൽ കയറി. തമിഴ്നാടാണ്, നമ്മളിവിടുത്തെ ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നു. എന്നാൽ കുറച്ച് ചപ്പാത്തി വേണം. ചപ്പാത്തിക്ക് പുറമെ ഫ്ലാസ്ക് എടുത്തിരുന്നു. ഫ്ലാസ്കിൽ തിളച്ച വെള്ളം വേണമെന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ 3-4 തവണ പറഞ്ഞു, തിളച്ച വെള്ളം ഈ ഫ്ലാസ്കിൽ വേണം എന്ന് 3-4 തവണ പറഞ്ഞു. അങ്ങനെ ഫ്ലാസ്കിൽ അവർ ഒക്കെ പറഞ്ഞിട്ട് കൊടുന്നു. അപ്പൊ ഞാൻ തിളച്ച വെള്ളം ചൂടുണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് തുറന്നു കാണ്ട് നോക്കുമ്പോ എന്താ ചെയ്തേക്കെന്ന് വെച്ചാല് ചപ്പാത്തിക്കുള്ള ചാറ് ഇതിലേക്കാണ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇത് ചപ്പാത്തിക്കുള്ള കുളമ്പാണ് എന്ന് പറഞ്ഞു. ചപ്പാത്തിക്കുള്ള കുഴമ്പ് നീക്കാരം ചപ്പാത്തിക്കുള്ള കുളമ്പാണ് അതിലേക്ക് പേസ്റ്റ്. എന്താണ് എന്തോ പീസിന്നോ എന്തോ പറഞ്ഞു. അപ്പൊ ഫ്ലാസ്ക് ഒഴിക്കേണ്ടത് ചപ്പാത്തിക്കുള്ള കറിയല്ലല്ലോ, ഫ്ലാസ്കിലേക്ക് ഒഴിക്കേണ്ടത് ചൂടുവെള്ളല്ലേ. എന്നതുപോലെ നമ്മുടെ കൽബിലേക്ക് ഈ ജാതി തോന്നിവാസത്തരങ്ങൾ കൽബിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ബിദ്അത്ത്, പുത്തൻവാദം എന്നുള്ളത്. ആ പുത്തൻവാദത്തിന്റെ അതിന്റെ പ്രത്യാഘാതം എന്താണ്? പ്രമാദമായ ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. എന്താണ് ഹദീസ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന ഹദീസിൽ കാണാം. കണ്ടോ, റസൂൽ പറയാണ്, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖത്തൻ വലാ ഹജ്ജൻ വലാ ഉംറത്തൻ വലാ ജിഹാദൻ വലാ സർഫൻ വലാ അദ്ലാ യഖ്റുജു മിനൽ ഇസ്ലാമി കമാ തഖ്റുജു അശ്ശഅറതു മിനൽ അജീം. പുത്തൻവാദം മനസ്സിൽ കൊണ്ട് നടക്കുന്നവന്റെ നോമ്പ് സ്വീകാര്യമല്ല, നിസ്കാരം സ്വീകാര്യമല്ല, ദാനധർമ്മം സ്വീകാര്യമല്ല, ഹജ്ജ് സ്വീകാര്യമല്ല, ഉംറ സ്വീകാര്യമല്ല, ജിഹാദ് സ്വീകാര്യമല്ല, ക്രയവിക്രയം സ്വീകാര്യമല്ല, നീതിന്യായം സ്വീകാര്യമല്ല. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഗൗരവമുള്ള കാര്യമാണ്. ഓർക്ക് വലിയ താടിയാണ്, നമ്മളാൾക്കാർക്കൊന്നും താടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതിന്റെ അർത്ഥം താടി പഠിക്കണം എന്നല്ലോട്ടെ. ഈ താടി വടി എന്നുള്ളത് നമ്മൾ തീരെ യോജിപ്പില്ലാത്ത കാര്യമാണ്. താടി വടി എന്നുള്ളത് താടി സമൃദ്ധമാക്കട്ടെ, മീശ വറ്റട്ടെ. അതല്ലേ നമ്മളെ ഫിത്രത്തു സലീമ, അതല്ലേ ഒരു മുസ്ലിമിന്റെ സംസ്കാരത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. താടി വളർത്തലാണ്, താടി വടിക്കലല്ല. താടി വടി എന്ന് പറയുന്നത് നമ്മളെ ശൈലിയല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇതിൽ പറയാണ്, കിസിക്കെ നാം കാ ജാൻവർ ഛോഡന, ആരുടെയെങ്കിലും പേരിൽ അയാൾക്ക് പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ഹദിയ ചെയ്യാൻ വേണ്ടി മൃഗം അറുത്തുകൊണ്ടതിന്റെ മാംസം ദാനം ചെയ്യുന്ന ശീലം, അത് ശിർക്കാണ്. ഇതൊക്കെ ആരെ വാദങ്ങളാ? ഇതൊന്നും സുന്നിയുടെ വാദമല്ല, സഹാബത്തിന്റെ വാദമല്ല, പ്രവാചകന്മാരുടെ വാദമല്ല, മുഅ്മിനീങ്ങളുടെ വാദം അല്ല. ഇതെല്ലാം വഹാബിസത്തിന്റെ വാദങ്ങളാണ്. ആ വാദങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ച ആളുകളുടെ പ്രബോധക സംഘമാണ് തബ്ലീഗ് ജമാഅത്ത് എന്നതിന്റെ ഉറുദു സാക്ഷ്യങ്ങൾ ഇവിടെ വായിച്ചപ്പോൾ മലയാളക്കാരായ തബ്ലീഗുകാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരുപാട് പേർ. തബ്ലീഗുകാരുടെ ഖുർആൻ പരിഭാഷ, അതിന്റെ പേര് മആരിഫുൽ ഖുർആൻ. തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലെ സമുന്നതനായ നേതാവായിരുന്ന കാനാർ മൂസാ മൗലാന എന്ന് പറയുന്ന മനുഷ്യനാണ് അതിന്റെ അവതാരിക നിർവഹിച്ചുകൊണ്ട് അയാൾ പറയാണ്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ഒരു സ്വാലിഹായ അമലായി അള്ളാഹു ഇതിനെ ആക്കി തീർക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ അമൂല്യ ഗ്രന്ഥം സമുദായ സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. അങ്ങനെയുള്ള മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷ വായിച്ചാൽ, മുജാഹിദീങ്ങളെ ഖുർആൻ പരിഭാഷ വായിച്ചാൽ അതേമാതിരി ഉണ്ടാവും. അതിന്റെ അൽ ബഖറ സൂറത്തിന്റെ മാഇദ സൂറത്തിന്റെ 3-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാ, മക്കാ മുശ്രിക്കുകൾ തബ്ലീഗുകാർ മലയാളത്തിൽ പ്രചരിപ്പിക്കുന്ന ഇതാണ് ഞാനീ പറയുന്നത്. തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാര് ആദ്യമൊന്നും തബ്ലീഗിന്റെ ആൾക്കാർ തബ്ലീഗിന്റെ ജമാഅത്തിന്റെ കൂടെ പോകുമ്പോ ഇതൊന്നും മനസ്സിലാവില്ല. കുറച്ചൊക്കെ കഴിഞ്ഞു നോക്കണം, തിരിഞ്ഞുകുത്താൻ തുടങ്ങും, ആശയവ്യതിയാനം വന്നിരിക്കും. അത് ഇങ്ങനെയുള്ള പ്രബോധക സംഘങ്ങളുടെയൊക്കെ ശൈലിയാണ്. പഴയ കാലത്ത്
കമ്മ്യൂണിസം പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കാലമുണ്ട്. ഞാൻ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയല്ല, മറിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മതവിരുദ്ധ ആശയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവരുപയോഗിച്ച തന്ത്രങ്ങൾ. ആദ്യം തന്നെ അവർ ആയിഷാ ബീവിയുടെ ചരിത്രം പറയാം. ആയിഷാ ബീവിയുടെയും അബൂദർ ഗിഫാരിയുടെയും ചരിത്രങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാരെ ഇത് ചേർന്നു. പക്ഷേ പിന്നീട് എന്താ, എന്റെ അനുഭവത്തിൽ തന്നെ അറിയാം, എന്റെ ഏറ്റവും അടുത്ത ഒരാള് ചെറുപ്പത്തില്, ഞാനൊക്കെ ചെറുപ്പം അയാൾ സമദാനിയുടെ പ്രസംഗത്തിൽ ആകർഷനായ ആളായിരുന്നു. സമദാനി പ്രസംഗിക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ഇങ്ങനെ ചെല്ലിപ്പിക്കാനുള്ള കഴിവും അങ്ങനെ സലാത്ത് ഇങ്ങനെ ചെല്ലിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമൊക്കെ ആയിരുന്നു. പിന്നെ അയാള് കമ്മ്യൂണിസ്റ്റുകാരനായി. പിന്നെ ഒരു ദിവസം കണ്ടപ്പോ അയാൾ എന്നോട് ചോദിക്കുകയാണ് എന്തോ ഒരു വിഷയത്തെ പറ്റി, ബുഖാരിയിൽ എന്താണ് നബി പറഞ്ഞിട്ടുള്ളത് നോക്കണം. നബിയുടെ മേലിൽ സലാത്ത് ചെല്ലാനും ചെല്ലിപ്പിക്കാനും വേണ്ടി സമദാനിയെപ്പോലെ പ്രസംഗിച്ചിരുന്ന ഒരു മനുഷ്യനെ പിന്നീട് ഒരിക്കൽ കണ്ടപ്പോ ചോദിച്ചാണ് ആ വിഷയത്തിൽ നബി എന്താണ് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ സ്വഭാവം എന്താ വെച്ചാൽ ആദ്യം അവര് നമ്മളതാ പറയാ, പിന്നെ അതിലേക്ക് അങ്ങനെ പോയിട്ട് പിന്നെ തിരിഞ്ഞു കുത്തും. അത് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഇതിൽ പറയാ, മക്കാ മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും മറക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തമായ ശിർക്കുമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറക്കുമ്പോ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ അല്ലാഹുമ്മ അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് അറുക്കപ്പെടുന്നത് എന്റെ പേരിൽ മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ പേരിൽ മാത്രമല്ല, എന്റെ ഉമ്മത്തിന്റെ പേരിൽ കൂടിയാണ്. എന്താ ഇതിനർത്ഥം? ഈ അറക്കുന്നതിന്റെ സവാബ് എനിക്ക് തന്നാ പോരാ, എന്റെ ഉമ്മത്തിന് കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ മറ്റൊരാളുടെ പേരിൽ അറക്കുക. ഈ പോട്ടെ, നമ്മളെ വീട്ടിൽ കുട്ടി ഉണ്ടാവുമ്പോ ആ കുട്ടിന്റെ പേര് നമ്മൾ അറക്കാറില്ലേ? അറവ് എന്ന ആരാധന അല്ലാഹുവിന്, പക്ഷേ ആ അറവ് കൊണ്ടുള്ള ഗുണവും ഐശ്വര്യവും കുട്ടിക്ക്. എന്നതുപോലെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ അറക്കുന്നത്, അറവ് എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമത്തിലാണ് അറവുള്ളത്. പക്ഷേ അതിന്റെ പുണ്യം അതാർക്കാണ്? മുഹയ്യിദ്ദീൻ ശൈഖിനാണ്, അല്ലേ? എന്നാൽ ഇവര് പറയുന്നത് എന്താ? മക്കാ മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും മറക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തമായ ശിർക്കുമാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാരായി പറയുന്നത് തീർന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ മിഠായി, പലഹാരങ്ങൾ മുതലായവ ഹിന്ദുക്കൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും വിവരമില്ലാത്ത മുസ്ലിങ്ങൾ മഹാത്മാക്കളുടെ മക്ബറയിലേക്കും കാണിക്കയായി നൽകാറുണ്ട്. ഹിന്ദുക്കൾ വിഗ്രഹങ്ങൾ ദൈവമാണെന്ന വിശേഷണം ചാർത്തിക്കൊണ്ടുള്ള വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമിക്കാൻ വേണ്ടി കാണിക്കുന്ന പ്രവർത്തനത്തോട് മുസ്ലിമിന്റെ പ്രവർത്തനത്തെ തുലനം ചെയ്യുന്ന തനി വഹാബിസം. ആ വഹാബിസമല്ലേ തബ്ലീഗ് ജമാഅത്ത് ഇവിടെ പറയുന്നത്. ഇനിയും തീർന്നില്ല. നബിദിനമാഘോഷത്തെക്കുറിച്ച് എന്താണ് ഇവരുടെ കാഴ്ചപ്പാട്? നബിദിനമാഘോഷത്തെക്കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് ഇവർ വിശദീകരിക്കുകയാണ്. മലയാളത്തിൽ വിശദീകരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തെ ക്രൈസ്തവർ അവരുടെ പെരുന്നാൾ ദിനമായി കൊണ്ടാടി. അതിനെ മാതൃകയാക്കി റസൂലുള്ളാഹിയുടെ ജന്മദിനം നബിദിനം എന്ന പേരിൽ ചിലർ ഒരു ആഘോഷ ദിനമാക്കി. അപ്പൊ ക്രൈസ്തവരുടെ ക്രിസ്തുമസിന്റെ മാതൃക സ്വീകരിച്ചു കാണാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്. യൗദുബില്ല. നമ്പോലം കുന്നത്തേരോട് ഞാനും ചോദിക്കുന്നത്, നിഷ്കളങ്കരായ ആൾക്കാരാണല്ലോ, ഇതിനപ്പുറം ഇപ്പുറമൊന്നും വായിക്കാത്ത ആൾക്കാരല്ലേ. നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികളെ കണ്ടപ്പോ നിങ്ങൾക്ക് അസൂയ തോന്നിക്കാന്ന് തുടങ്ങിയതാ? എന്താണ് ഇയാൾ ഈ പറയുന്നത്? എന്താണ് ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ളത്? ഇസ്ലാമിന്റെ ആചാരങ്ങളെ ഇമാമിയങ്ങൾ പ്രമാണസഹിതം സുന്നത്താണെന്ന് പ്രഖ്യാപിച്ച നബിദിനമാഘോഷം എന്ന ആചാരത്തെ ഈ രൂപത്തിൽ മോശമായി അവതരിപ്പിച്ചത്. ഇത് ഒരു വഹാബിയാണ് പറയുന്നതെങ്കിൽ അവൻ വഹാബിയാണെന്ന് വിചാരിക്കാം. ഇത് തബ്ലീഗ് ജമാഅത്തുകാരനല്ലേ പറയുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ,
മറ്റൊന്ന് ചോദിക്കട്ടെ, ഒരുപാട് വായിക്കാനുള്ള കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ. ഇതേ പുസ്തകത്തിൽ പറയുകയാണ്, ഖേദകരമെന്ന് പറയട്ടെ, ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനവും ജീവിതകാലമത്രയും റസൂലുള്ളാഹി നൽകിയ അധ്യാപനങ്ങളും ഉണ്ടായിട്ടും പിന്നെയും ഈ സമുദായം വഴിതെറ്റുകയും അല്ലാഹുവിന് മാത്രമുള്ള അധികാരമെല്ലാം സൃഷ്ടികൾക്ക് വീതിച്ചു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇന്ന് മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ തനിക്കെന്തെങ്കിലും വിപത്തുകൾ എത്തുമ്പോൾ അല്ലാഹുവിനെ വിളിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നതിന് പകരം മറ്റു പലരെയും വിളിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്കുണ്ടാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് തബലീഗമായിട്ടാണല്ലേ എഴുതിയിട്ടുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? പലരും ശ്രദ്ധിക്കണില്ലേ? ചെറുപ്പക്കാരെ ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ നാളെ അവിടെ പോയിട്ട് എന്താ തബലീഗിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാല് ആണത്തം പോലെ ആർജവത്വത്തോടുകൂടി മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്റെ ഉമ്മമാരുടെ വീടുകളിലേക്ക് നിങ്ങളെ ചില വശീകരണ ഭാഷയില് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം, ഈ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ വന്നോളൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ, ഇവിടെ നായ്ക്കൾ എറിഞ്ഞാട്ടുമാതിരി ആട്ടൊന്നുമില്ല. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ ഇസ്തിഗാസയെക്കുറിച്ച് ഇങ്ങനെയല്ലേ എഴുതിയത്? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ പോലും അവർക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ ഇസ്തിഗാസ, നടപ്പുള്ള ഏറ്റവും വലിയ ഇസ്തിഗാസ, മഹാന്മാരെ വിളിക്കുക എന്നുള്ള ഇസ്തിഗാസ എന്ന് പറയുന്നത് അതേതാണ്? ഖുതുബിയ്യത്താണ് അല്ലെ? സദഖത്തുല്ലാഹിൽ ഖാഹിരിയാൽ രചിക്കപ്പെട്ട ഖസീദത്തുൽ ഖുതുബിയ്യയിലുള്ള ആ ഖുതുബിയ്യത്താണ്. ആ ഖുതുബിയ്യത്ത് ഈ നാട്ടിൽ ചെല്ലിയ ആൾക്കാരില്ലേ? നിങ്ങൾ ചെല്ലിയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത് ചെല്ലുന്ന സമയത്ത് അള്ളാനെ മറന്നീനോ? അള്ളാനെ മറന്നീനോ നിങ്ങൾ? നിങ്ങൾക്ക് അള്ളാനെ പറ്റി മറ്റൊരു മറന്നുപോയി? ഇല്ലല്ലോ. അപ്പൊ ഒരു മുസ്ലിം ഖുതുബിയ്യത്ത് ചെല്ലുമ്പോ അള്ളാനെ മറക്കാറുണ്ടോ? ഇല്ല. ഖുതുബിയ്യത്ത് തുടങ്ങണതന്നെ എങ്ങനെയാ? അള്ളാനെ കൊണ്ടല്ലേ. إنبتأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله يا غارة الله حس السير مسرعة في حل عقدتنا يا غارة الله. അള്ളാഹിനെ കൊണ്ട് സമാരംഭിച്ച് അള്ളാഹുവിനെ കൊണ്ട് സമാപ്തം കുറിക്കുന്ന ഖുതുബിയ്യത്ത് يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بالسلطان محي الدين انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹുവിനെ കൊണ്ട് സമാപിപ്പിക്കുന്ന ഖുതുബിയ്യത്ത്, അതിനിടയിൽ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ നാമത്തെ 1000 വട്ടം വിളിക്കുകയാണതിൽ. ഇതാര് പഠിപ്പിച്ചതാ? ഇതിന്റെ മാതൃക ആര് പഠിപ്പിച്ചതാ? കണ്ണു കാണാത്ത സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയേ എനിക്ക് കാഴ്ചയില്ല നബിയേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു വ്യവസ്ഥ, ഒരു കണ്ടീഷൻ അവിടെ പറയുകയാണ്. നീ ചെല്ലണം, എന്നിട്ട് wudu ചെയ്യണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് അല്ലാഹുവിനോട് അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടതെന്നല്ലേ? اللهم إني أسألك وأتوجه إليك بنبيك نبي الرحمة يا نبي الله يا رسول الله إني أتوجه بك إلى الله اللهم فشفعه فيا. അല്ലാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്, നബിയോടല്ല. അല്ലാഹുവിനോടാണ് മുനാജാത്ത്, നബിയോടല്ല. അങ്ങനെ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി റസൂല് പറയുകയാണ്, അല്ലാഹുവേ ഞാനിതാ കാരുണ്യത്തിന്റെ നിന്റെ പ്രവാചകനെ കൊണ്ട് നിന്നിലേക്ക് മുന്നിടുന്നു. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹിനെ വിളിക്കാം.
ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ആകാശത്തേക്ക് കണ്ണും കയ്യും ഉയർത്തിയ ആ മനുഷ്യൻ അള്ളാഹുവിനോട് കാര്യങ്ങൾ സമർപ്പിച്ചതിനു ശേഷം പിന്നെ റസൂലിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ, ഞാനിതാ അങ്ങയെക്കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുന്നു. പിന്നെ മൂന്നാമതായിട്ട് അള്ളാഹുവിനെ വീണ്ടും വിളിക്കുകയാണ്, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. അള്ളാഹുവേ, മുഹമ്മദ് നബിയെ എന്റെ വിഷയത്തിൽ ഒരു ശുപാർശകനാക്കണേ അല്ലാ. 2 റക്അത്ത് നിസ്കരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടി അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈകളുയർത്തുന്ന കണ്ണു കാണാത്ത സ്വഹാബിയില്ലേ, ആ സ്വഹാബിയതാ തന്റെ പ്രാർത്ഥനയിൽ ആദ്യം അള്ളാഹുവിനെ വിളിക്കുന്നു, അവസാനവും അള്ളാഹുവിനെ വിളിക്കുന്നു, ഇടയിൽ റസൂലുള്ളാഹിനെ വിളിക്കുന്നു. ഈ പരിപാടി നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പരിപാടി ആ സ്വഹാബി ചെയ്യുകയാണ്. ആ സ്വഹാബിന്റെ കാഴ്ച തിരിച്ചു വരികയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിൽക്കാലത്ത് ഞങ്ങൾ ഇതേ അമല് ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോ കുത്തുബിയത്തിന്റെ തുടക്കം അല്ലാഹുവിനെ കൊണ്ട്, കുത്തുബിയത്തിന്റെ ഒടുക്കം അല്ലാഹുവിനെ കൊണ്ട്, ഇടയിലതാ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ വിളിക്കുന്നു. ഈ ഏർപ്പാടിന്റെ മാതൃക പുന്നാര നബിയല്ലേ, ഇത് സ്വഹാബത്ത് പഠിപ്പിക്കപ്പെട്ടതല്ലേ, സ്വഹാബത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത കാര്യവും അല്ലേ. ഇതിനെക്കുറിച്ച് എന്താ ഇവന്മാരെഴുതിയത്? എന്താണ് ഇവന്മാരെഴുതിയത്? ഈ സമുദായം പിഴച്ചു പോകുന്നു എന്നല്ലേ, ഈ സമുദായം പിഴച്ചു പോകുന്നു എന്നല്ലേ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ? ഇത് തബ്ലീഗ് ജമാഅത്തുകാർ ഉറുദുവിലല്ല, ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ വിരചിതമായ ഈ കാര്യം മലയാളക്കരയിൽ നിന്ന് പ്രചരിപ്പിക്കുന്നത് സുന്നികളല്ല, മുജാഹിദുകളല്ല, ജമാഅത്തുകാരല്ല, സാക്ഷാൽ തബ്ലീഗിന്റെ ആൾക്കാരാണ്. ഇനിയും നിങ്ങൾ ഒരുപാട് ഇത് വായിച്ചാൽ തീരൂല. ആ ഖുർആൻ പരിഭാഷ 5-8 വോള്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തനി വഹാബിസം അതാ ഇടകലർത്തിക്കൊണ്ട് അതിൽ വായനക്കാരെ വഹാബികളാക്കാൻ അതിലെല്ലാ ശ്രമവും നടത്തിയിരിക്കുകയാണ്. ഞാനതിന്റെ സാമ്പിൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു പുസ്തകം ഞാൻ നിങ്ങളെ കയ്യിൽ ഇതിൽ പറയാം. ഇത് ദേവന്ത് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പണ്ഡിത വ്യൂഹം ഉണ്ട്, ശരിക്കും മനസ്സിലാക്കണം. മഖ്ദൂമി പണ്ഡിതന്മാരാണ് കേരളത്തിന്റെ നായകന്മാർ അല്ലേ? അതേപോലെ തമിഴ്നാട്ടിൽ പണ്ഡിതന്മാരുണ്ട്. അവിടെ വേലൂർ ബാഖിയാത്തു സാലിഹാത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹൈദരാബാദ് ഡക്കാനിൽ വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായി. അൻവാറുള്ള ഖാൻ ഫാറൂഖിയെ പോലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗുജറാത്തിൽ ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട്, ജമ്മു കാശ്മീരിൽ ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ദയൂബന്ദ് ദാറുൽ ഉലൂമുമായി ബന്ധപ്പെട്ട ദയൂബന്ദികൾ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഇങ്ങനെ പല ആൾക്കാരുണ്ട്. ഈ പുസ്തകത്തിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യ രാജ്യത്തിന്റെ നവോത്ഥാനം നടത്തിയത് ദയൂബന്ദി പണ്ഡിതന്മാരാണ്. അത് അവരവകാശപ്പെട്ടോട്ടെ, നമുക്കതിന് വിരോധമൊന്നുമില്ല. ഓരോരുത്തർ അവരാന്റെ ആൾക്കാരെ പൊന്നിച്ചു പറയലോ. പക്ഷേ കേരളത്തിലോ, കേരളം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട നാടാണ്. ഈ പുസ്തകം പറയുന്നത് എന്താണ്? കേരളം വളരെ മോശപ്പെട്ട നാടാണ്. കേരളം ഷിയാക്കളുടെ, അതിലൊരു കൊണ്ടോട്ടി തങ്ങന്മാരുടെ കാര്യം പറയുന്നത് വേ മനസ്സിലാവുമല്ലോ, ഈ നാട്ടിലേക്ക് വേ മനസ്സിലാവുമല്ലോ. അതിലൊരു കൊണ്ടോട്ടി തങ്ങന്മാരുടെ വിഷയം പറയുന്നു. കേരളം എന്ന് പറയുന്നത് വളരെ മോശം നാടാണ്. ഇവിടെ ഷിയാക്കളുടെ ഒരു കൂത്തരങ്ങാണ് നൂറ്റാണ്ടുകളായിട്ട് നടന്നു പോരുന്നത് എന്നാണ് ഈ പുസ്തകം വിശദീകരിക്കുന്നത്. ഇത് തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാര് ഇന്ന് കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ സമുന്നതരായ ആളുകൾ മുഴുവൻ അണിനിരന്നുകൊണ്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകം ഒരു ആവൃത്തി വായിച്ചാൽ അറിയാം ഇവരുടെ മനസ്സിരിപ്പ്. ഒരു മുസ്ലിമിന് തബ്ലീഗാവാൻ പറ്റൂല എന്നുള്ളത് ഇതിന് മനസ്സിലാക്കുക. ഞാനൊരു ഉദാഹരണം പറയാം.
എന്റെ ഏറ്റവും മുതൽ കാരണവന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ബഹുമാനിക്കാത്തതുകൊണ്ടല്ല കേട്ടോ, ബഹുമാനം എനിക്കുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ബഹുമാനമല്ലാതെ വിചാരിക്കും. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ വാപ്പ മരിച്ചിട്ടില്ലേ? മരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളെ വാപ്പാന്റെ മയ്യത്ത് എവിടെയാണ് മറമാടി എടുക്കുന്ന ആ കബർ എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണിച്ചു തരും. പക്ഷെ ഞാൻ ഭാഷ ഒന്ന് മാറ്റി. നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഞാൻ ഭാഷ ഒന്ന് മാറ്റാം. നിങ്ങളുടെ വാപ്പാന്റെ ശവം അടക്കം ചെയ്ത ശവകുടീരം എനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വലത് കൈയിന് സ്വാധീനം ഇങ്ങനെ മൂന്നൊക്കെ അടിയടിച്ചൂലേ? അല്ലേ? ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാന്യത വെച്ചുകൊണ്ടൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നും, ഉണ്ടാവും. എന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഈ പുസ്തകത്തിന്റെ 112ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? ഇതൊക്കെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. കണ്ടോ, മഹാന്മാരെ മധ്യവർത്തികളാക്കി പ്രാർത്ഥിച്ചാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന മൂഢവിശ്വാസം. അങ്ങനെ വിശ്വാസമൊന്നും ഇപ്പൊ നമ്മളാരും പറഞ്ഞില്ല. നമ്മൾ മഹാന്മാരെ തവസ്സുലാക്കിയിട്ടും ദ്വാർക്കും അല്ലാതെയും ദ്വാ ചെയ്യും. അല്ലേ? ഇവരെ വിചാരം ദ്വാരക്കുന്നതൊക്കെ അവര് നമ്മളൊക്കെ തവസ്സുലിന്റെ ആൾക്കാരൊന്നല്ല. അങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ മൗലൂദിന്റെ ആൾക്കാർ, ഒരു ഖുർആന്റെ ആൾക്കാർ. യഥാർത്ഥത്തിൽ ഖുർആന്റെ ആൾക്കാർ നമ്മളാണ്, ഹദീസിന്റെ ആളുകൾ നമ്മളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സുന്നി ഭൂരിപക്ഷ മഹല്ലായ ഒരു മഹല്ലിനെ നമ്മൾ എടുക്കുക, മുജാഹിദ് ഭൂരിപക്ഷമായ ഇടത്തനാട്ടുകാരെ ഒരു മഹല്ലിനെ നമ്മൾ എടുക്കുക. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ ആരാ കൂടുതൽ എന്ന് നോക്കുക. ആരായിരിക്കും കൂടുതൽ? നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിച്ച ഒരാളെന്ന് എനിക്കറിയാം. ദാറുസലാം അറബി കോളേജിൽ 2 വർഷം പഠിക്കുമ്പോഴും രാത്രി 3 മണിക്കും 4 മണിക്കുമെല്ലാം അവിടെയുള്ള മുഴുവൻ ഉസ്താദുമാരുടെയും റൂമുകൾ ലൈറ്റ് ഓൺ ആയിരിക്കും. ഒരു 3 മണി മുതൽ ഉസ്താദുമാരൊക്കെ ലൈറ്റ് ഓണാണ്. അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്തിൽ ഉസ്താദുമാർ, അതിൽ ഒരുപാട് ഉസ്താദുമാർ മരിച്ചുപോയി. എന്താണ് അവർക്ക് പണി? നേരത്തെ 3 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നു, കിതാബ് മുത്താല ചെയ്യുകയാണ്, ഔറാദിൽ മുഴുകുകയാണ്, ദിക്റിൽ മുഴുകുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ മൗലൂദിന്റെ ആൾക്കാരും ഓലിങ്ങനെ മറ്റീന്റെ ആൾക്കാരും ഇത് ജനങ്ങളെ പറഞ്ഞിട്ട് ആടിനെ പിടിച്ച് പേപ്പട്ടി, ആടിനെ പിടിച്ചിട്ട് ആദ്യം പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കിയിട്ട് ഈ പാവപ്പെട്ട ആടിനെ തച്ച് കൊല്ലുന്ന ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? മഹാന്മാരെ മധ്യവർത്തികളാക്കി പ്രാർത്ഥിച്ചാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന മൂഢവിശ്വാസം സുന്നി ബഹുജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ ഷിയാക്കൾ എത്രമാത്രം വിജയിച്ചു എന്ന് ആലോചിക്കുക. സുന്നികളുടെ അഖീദാ ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ആദർശം പഠിപ്പിക്കുന്നില്ല. നമ്മളെടുത്ത് വരട്ടെ, എത്ര കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാം. പിന്നെ എങ്ങനെയാണ് അവരുടെ മുഖ്യ ചർച്ചാ വിഷയമായത്? പുണ്യം തേടി മഹാന്മാരുടെ ഖബറുകൾ സന്ദർശിക്കുന്ന പരിപാടി ഷിയാ സമ്പ്രദായമത്രേ. ശവകുടീരങ്ങൾ, മഹാന്മാരുടെ ഖബറിനെ പറ്റി എന്താ പറഞ്ഞത്? ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതും പുണ്യം നേടുന്നതും അവരുടെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മഹാന്മാരുടെ മഖാമുകളെ പറ്റി ശവകുടീരങ്ങൾ, ഞാൻ അതാ ഉദാഹരണം പറയും, നമ്മളെ ബാപ്പാനെ പറ്റി ശവം നമുക്ക് പറയാൻ തോന്നൂല. എങ്കിൽ മഹാന്മാരുടെ ഖബറുകളെ പറ്റി ശവത്തിന്റെ കുടീരം എന്ന് നമ്മൾ ആരെങ്കിലും പറയോ? തബ്ലീഗ് ജമാഅത്തുകാരിതാ പച്ച മലയാളത്തിൽ 2014 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ 112ാമത്തെ പേജിലാണിത് പറയുന്നത്. ശവകുടീരങ്ങൾ അടക്കം ചെയ്ത ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതും പുണ്യം നേടുന്നതും ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കാനും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാനും ഒരു ഖിബലയാണുള്ളത്. പുണ്യം തേടി യാത്ര പോകാൻ മറ്റു 2 മസ്ജിദുകളും. എന്നാൽ ഷിയാക്കൾക്ക് ധാരാളം മഖാമുകളും മശ്ഹദുകളും മസാറുകളുമുണ്ട്. പുണ്യം തേടി അവർ അവിടെയെല്ലാം കറങ്ങി നടക്കുന്നു. കേരള മുസ്ലിങ്ങൾ ഇത്തരം ഷിയാ സമ്പ്രദായങ്ങളിൽ അകപ്പെട്ടത് കൊണ്ടോട്ടിയിലെ ഷിയാ തങ്ങന്മാരുടെ സ്വാധീന ഫലമായിരുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇത് തബ്ലീഗ് ജമാഅത്തുകാരായിരുന്നത്. തീർന്നില്ല. കുത്തുബിയത്തിനെയും വഹീദ്ദീൻ മാലയെയും കുറിച്ച്
പതിറ്റാണ്ടുകളായിട്ട് വഹാബികളുമായിട്ട് വാദപ്രതിവാദം നടത്തിയിട്ട് നെടിയിരുപ്പിൽ വെച്ചുകൊണ്ട് വാദപ്രതിവാദം നടന്നു. കൊണ്ടോട്ടിക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നെടിയിരുപ്പിൽ കൊണ്ട് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും അലവി മൗലവി എടവണ്ണയും വാദപ്രതിവാദം നടന്നു. ഏത് വിഷയത്തിൽ? മുഹ്യിദ്ദീൻ മാലയെ സംബന്ധിച്ച്. മുഹ്യിദ്ദീൻ മാലയുടെ വരികൾക്ക് ഖുർആനിന്റെ തെളിവുകൾ അങ്ങനെ സമർപ്പിച്ചപ്പോൾ അലവി മൗലവി എടവണ്ണ പറഞ്ഞു, മുസ്ലിയാര് പറഞ്ഞതുപോലെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മുസ്ലിയാര് പറഞ്ഞ മാതിരിയാണെങ്കിൽ മുഹ്യിദ്ദീൻ മാലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നത്? കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ സംവാദത്തിന്റെ അവസാന ഘട്ടത്തിൽ മുസ്ലിയാർ പറഞ്ഞതുപോലെയാണെങ്കിൽ മുഹ്യിദ്ദീൻ മാലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സമ്മതിക്കപ്പെട്ട മുഹ്യിദ്ദീൻ മാല അതിനെക്കുറിച്ച് 2014 അല്ലെ മുജാഹിദുകൾ പരാജയപ്പെട്ടുകൊണ്ട് മുട്ടുമടക്കിയ മുഹ്യിദ്ദീൻ മാല, ആ മുഹ്യിദ്ദീൻ മാലയെ സംബന്ധിച്ച് 2014 തബ്ലീഗ് ജമാഅത്തുകാരൻ എന്താ പറയുന്നത്? ഇതേ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ കേരളവും ഷിയാ ഭീഷണിയും എന്ന് പറഞ്ഞൊരു